അൽസാഫ് പറഞ്ഞേ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കർവിന് പറയുന്ന പേരെന്താ? ഐസോതേർം. യെസ്. അർജുൻ വാട്ട് ഈസ് ചാൾസ് ലോ? എന്താ വീഡിയോ ഓഫ് ആണല്ലോ, കുറെ ദിവസമായല്ലോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അർജുൻ പറഞ്ഞേ, എന്താ ചാൾസ് ലോ? കോൺസ്റ്റന്റ് പ്രഷറില് നമ്പർ ഓഫ് കോൺസ്റ്റന്റ് പ്രഷറിലും നമ്പർ ഓഫ് മോൾസിലും വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. യെസ്, വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അസ്ലം, ഇക്വേഷൻ എന്താ മോനെ? V1 T1 is equal to V2. Yes, V1 by T1 is equal to V2 divided by T2. കോൺസ്റ്റന്റ് പ്രഷറിലുള്ള കർവിന് പറയുന്ന പേരെന്താ ജമീല്? ഐസോബാർ. യെസ്, ഐസോ ബാർ എന്നാണ് പറയുന്നത്. യെസ്. അപ്പൊ ഇനി നമ്മൾ ഇന്നലെ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചത് എവിടെയായിരുന്നു? ചാൾസ് ലോ എന്താണ്, ചാൾസ് ലോയ്ക്ക് എങ്ങനെയാണ് V പ്രൊപ്പോർഷണൽ ടു T വന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. V പ്രൊപ്പോർഷണൽ ടു T. ടീച്ചർ അതൊന്നും കൂടി ഒന്ന് എഴുതാം. നമ്മൾ പറഞ്ഞു, ഏത് ഒരു ഗ്യാസ് നമ്മൾ എടുക്കുവാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ അത് ഏത് വോളിയത്തിൽ ആണോ ഇരിക്കുന്നത്, അതിന്റെ വോളിയം V എന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ ഈച്ച് ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ, ഈച്ച് ഡിഗ്രി കൂടുന്നതിനനുസരിച്ച് വോളിയം എത്ര കണ്ട് കൂടുന്നാ പറഞ്ഞേ? അതിന്റെ ആ വോളിയത്തിന്റെ 273.15 ടൈംസ് കൂടുതൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. വോളിയം അറ്റ് എ ടെമ്പറേച്ചർ T എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയം എത്രയാണോ അതിന്റെ 273.15 ടൈംസ് കൂടുതലാ. ദാറ്റ് മീൻസ് V0 ഡിവൈഡഡ് ബൈ 273.15. ഏത് ടെമ്പറേച്ചറിലാണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു V0 വെളിയിലോട്ട് എടുത്താൽ V0 രണ്ടിടത്തും കോമൺ ആണ്. സോ V0 വെളിയിലോട്ട് എടുത്തു. 1 പ്ലസ് T ഡിവൈഡഡ് ബൈ 273.15 എന്ന് വരും. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷൻ V0 ഓഫ് 273.15 പ്ലസ് T ഡിവൈഡഡ് ബൈ 273.15. That is V0. ഫൈനൽ വോളിയം അറ്റ് എ ടെമ്പറേച്ചർ T എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയം ഇൻറ്റു 273.15 പ്ലസ് T ഡിവൈഡഡ് ബൈ 273.15. ഇതിൽ 273.15 പ്ലസ് ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? T എന്ന് കൊടുക്കുക. ടെമ്പറേച്ചർ അറ്റ് എ T ഡിഗ്രിയിലുള്ള ടെമ്പറേച്ചർ. ദെൻ 273.15 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനീഷ്യലി ഉള്ള ടെമ്പറേച്ചർ. ഇനീഷ്യൽ ടെമ്പറേച്ചറിനോട് T ടെമ്പറേച്ചർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് TT കിട്ടുന്നത്. ദെൻ റീപ്ലേസ് ചെയ്താൽ V0 ഓഫ് TT ഡിവൈഡഡ് ബൈ T0 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു VT. ഓർ VT ഡിവൈഡഡ് ബൈ V0 ഇസ് ഈക്വൽ ടു TT ഡിവൈഡഡ് ബൈ T0. അത് തന്നെയാണ് VT എന്ന് പറയുന്ന ഫൈനൽ വോളിയം, ദാറ്റ് ഈസ് V2. ദെൻ ഇനീഷ്യൽ വോളിയം V1 വിച്ച് ഈസ് ഈക്വൽ ടു T2 divided by T1. T2 divided by T1. ഇതിൽ നിന്നും ക്ലിയർ ആണ് V by T is equal to a constant. V by T എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആ ടെമ്പറേച്ചർ, അതായത് T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ TT എന്ന് പറയുന്ന ആ ടെമ്പറേച്ചർ എന്ന് പറയുന്ന പേരാണ് കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിൽ. T0 സോറി 273.15 കെൽവിൻ. കെൽവിൻ ആണ് യൂണിറ്റ് T0 എന്ന് പറയുന്നത്, which is called Kelvin temperature scale or absolute temperature scale. Kelvin temperature or absolute temperature scale. ഇത്രയും കാര്യം എന്നല്ലേ ഇന്നലെ എഴുതി വെച്ചത് നമ്മള്. ദെൻ നമ്മൾ പ്രൂവ് ചെയ്തു ഇങ്ങനെയായിരിക്കും, വോളിയം ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഈ കൺസെപ്റ്റ് ക്ലിയർ ആണ് എന്നുള്ളവരൊന്ന് കൈവക്കിക്ക്. ചാൾസ് ലോ മനസ്സിലായവര്? V പ്രൊപ്പോർഷണൽ ടു T അത് നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. അതിന്റെ പ്രൂഫ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അത് വന്നത്. സയന്റിസ്റ്റുകൾ ഇങ്ങനെയാണ് അത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഒറ്റ കൺസെപ്റ്റേ ഉള്ളൂ. ഓരോ ഇനീഷ്യലി ഒരു വോളിയം ഉണ്ട്, ഒരു ടെമ്പറേച്ചർ ഉണ്ട്. പിന്നീട് നമ്മൾ ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇനീഷ്യലി ഉള്ള വോളിയത്തിന്റെ 1/273.15 ടൈംസും കൂടി വോളിയം എങ്ങനെയായിരിക്കും
കൂടുതൽ ആയിരിക്കും. ഓക്കെ, ആ ടെമ്പറേച്ചർ സ്കെയിലിന്റെ പേര് മറന്നു പോകരുത്. ആബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ, കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ആ ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതിക്കേ മക്കളെ. ഈ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതൂ. VT equal to V0 of 273.15 plus T divided by 273.15. ഓക്കെ, ഈ ഇക്വേഷനകത്ത് നിങ്ങൾ ടിയുടെ സ്ഥാനത്ത് -273.15 ഇട്ടിട്ട് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത്. -273.15 ഇട്ട് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യുക. എന്നിട്ട് VT എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഫൈനൽ വോളിയം നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ എനിക്ക് -273.15 വോളിയം എന്താണ് എന്നുള്ളത് അറിയണം. കണ്ടുപിടിച്ചേ. -273.15 വോളിയം എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് അറിയണം. ടിയുടെ സ്ഥാനത്ത് -273.15 വന്നാൽ എന്തായിരിക്കും ആൻസർ? പോവാതെ എന്നതായിരിക്കും ഉത്തരം? ഇത് എന്ത് വലിയ പേനയെ പോവാതെ നിന്റെ കയ്യിൽ ഇരിക്കുന്നത്? വേറെ പേന കിട്ടിയില്ല. കടയിൽ നിന്ന് മേടിച്ചോണത്? കുറെ നാളത്തേക്കൊന്നും പറഞ്ഞേ. കിട്ടിയില്ല, കണ്ടുപിടിച്ചോണ്ടിരിക്കണല്ലോ. വേഗം കണ്ടുപിടിക്കേ. റോസ്മരിയാ? 0 എന്ന് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? വേറെ ആർക്കെങ്കിലും 0 കിട്ടിയോ? 0 കിട്ടിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ നോക്കിക്കേ. യെസ്, അഫീസയ്ക്ക് കിട്ടി. പിന്നെ അഫീസയ്ക്ക് മാത്രമേ 0 കിട്ടിയുള്ളൂ. യെസ്, ജമീലത്തിന് കിട്ടി. ദെൻ യെസ്, ലുക്മാന് കിട്ടി. അൽസാഫിന് കിട്ടി. അതെ, 0 തന്നെയല്ലേ ഉത്തരം വരുവുള്ളൂ. നോക്കിക്കേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V0 of 273.15 പ്ലസ് T ആണ്. ടിയുടെ സ്ഥാനത്ത് -273.15 ഡിവൈഡഡ് ബൈ 273.15. മുകളിലുള്ളത് സോൾവ് ചെയ്യുമ്പോൾ തന്നെ 0 വരും. അപ്പൊ VT is equal to എന്ത് വരും? 0. ഫൈനൽ വോളിയം എന്തായി പോയി? 0 ആയിപ്പോയി. ഫൈനൽ വോളിയം 0 ആയിപ്പോയി. വോളിയം 0 ആയിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടോ? വോളിയം 0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടോ? എന്തായാലും ഗ്യാസിന് ഒരു പെർട്ടിക്കുലർ വോളിയം ഉണ്ട് അല്ലെ? അതുകൊണ്ട് നമ്മള് ആ -273.15 ഡിഗ്രി സെൽഷ്യസിനെ ആബ്സല്യൂട്ട് 0 ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കും. -273.15 ആണെങ്കിൽ വോളിയം 0 വരും. അതുകൊണ്ട് ഈ ടേം, ഈ നമ്പർ -273.15 നമ്മള് ആബ്സല്യൂട്ട് 0 ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കും. ആബ്സല്യൂട്ട് 0 ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കും. അതായത് -273.15 താഴെ, അതായത് അറ്റ് എ ടെമ്പറേച്ചർ ലോവർ ദാൻ -273.15 ആണെങ്കിൽ വോളിയത്തിന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലെ? ശരിയല്ലേ? നോക്കിക്കേ, ഈക്വൽ ടു -273.15 വന്നാൽ വോളിയം എന്ത് വരും? 0 വരും. അപ്പം ഇതിലും താഴെയാണ് ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ വോളിയം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ടെമ്പറേച്ചർ എപ്പോഴും എന്തിനേക്കാളും കൂടുതലായിരിക്കണം? -273.15 കൂടുതൽ ടെമ്പറേച്ചർ വന്നാൽ മാത്രമേ ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. -273.15 കൂടുതൽ ടെമ്പറേച്ചർ വരണം. അല്ലെങ്കിൽ വോളിയം എന്തായിട്ട് മാറും? 0 അല്ലെങ്കിൽ നെഗറ്റീവ് ക്വാണ്ടിറ്റിയിലോട്ട് പോകും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ടിയുടെ വാല്യൂ -273.15 ആണെങ്കിൽ വോളിയം 0 ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താ? ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യില്ല. വോളിയം 0 എന്ന് പറഞ്ഞാൽ
ഗ്യാസ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഗ്യാസ് വിൽ നോട്ട് എക്സിസ്റ്റ്. ഗ്യാസ് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അതായത് ഗ്യാസുകള് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം -273.15 കൂടുതൽ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതിൽ താഴെ പോയി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താകും? നെഗറ്റീവ് ആകും. ടെമ്പറേച്ചർ ലെസ് ദാൻ -273.15 ആണെങ്കിൽ അതൊരു മീനിങ്ലെസ് ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പം 0 വോളിയത്തിലും വരാൻ പാടില്ല, അതുപോലെ തന്നെ നെഗറ്റീവ് ആകാൻ പാടില്ല. വോളിയം എപ്പോഴും എന്തായിരിക്കണം? ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കണം. പോസിറ്റീവ് ക്വാണ്ടിറ്റി ആകണം എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറിന്റെ വാല്യൂ എപ്പോഴും കൂടുതൽ ആയിരിക്കണം. ടെമ്പറേച്ചർ കുറഞ്ഞു പോകാൻ പാടില്ല. ഇനി നിങ്ങൾ ആ ഗ്രാഫ് ഒന്ന് എടുത്തേ. പേജ് നമ്പർ 143 ചാൾസ് ലോയുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ? ആ ഗ്രാഫിന്റെ അകത്ത് കുറച്ച് ഇട വെച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ലൈൻസ് വരച്ചിരിക്കുന്ന കണ്ടോ? അതെങ്ങോട്ടാ പോയേക്കണേ? ടെമ്പറേച്ചർ മൈനസ് ആകുമ്പോഴാണ് അങ്ങനെ ആ ബ്രേക്ക് വന്നിരിക്കുന്നത്. ടെമ്പറേച്ചർ പോസിറ്റീവ് ആയിട്ട് കിടക്കുന്നിടത്തല്ല, അതെ താഴെയാണ് ടെമ്പറേച്ചർ കൊടുത്തിരിക്കുന്നത്. -300, -200, -100, 0, 100 എന്ന് പറഞ്ഞു കൊടുത്തു. റൈറ്റ് സൈഡിലോട്ട് പോകുന്നതോറും ടെമ്പറേച്ചർ കൂടുക. അപ്പൊ ഗ്രാഫ് നല്ല സ്ട്രെയിറ്റ് ലൈൻ, നല്ല ഗ്രാഫ് നമുക്ക് കിട്ടും. ടെമ്പറേച്ചർ നെഗറ്റീവ് ആകുമ്പോൾ വോളിയം എന്തിലോട്ട് പോകും? 0യിലോട്ട് പോകും. അങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം എന്താ? ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. മിനിമം ഒരു ഇത്തിരി വോളിയം, ഒരു 0.1 ml എങ്കിലും വോളിയം ഉണ്ടെങ്കിൽ മാത്രമേ ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. പിടികിട്ടിയോ? ആ ഒരു കൺസെപ്റ്റും കൂടെ മനസ്സിൽ വെച്ചോളുക കേട്ടോ. യെസ്, ആ പോയിന്റ് ഒന്ന് വായിച്ചേ. ഫിദ ഒന്ന് വായിച്ച മോളെ, മുകളിൽ തൊട്ട് വായിച്ചോ. മുകളില് ചാൾസ് ഫൗണ്ട് ദാറ്റ് ഫോർ ഓൾ ഗ്യാസസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കണ്ടോ? ഗ്രാഫിന്റെ മുകളിലുള്ള ഡാർക്കൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സെന്റൻസ്. Charles found that for all gases at any given pressure, graph of volume versus temperature in Celsius is a straight line, and on extending to 0 volume, each line intercepts the temperature axis at -273.15 degrees Celsius. Slopes of line obtained at different pressure are different, but at 0 volume, all the lines meet at the temperature axis at -273.15 degree. Yes, 0 വോളിയം എന്ന് പറഞ്ഞാൽ എല്ലാവരും മീറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാ? -273.15. -273.15 വോളിയം എന്താകുന്നത്? 0 ആകുന്നത്. ആ ടെമ്പറേച്ചറിൽ മാത്രമേ വോളിയം 0 വരുള്ളൂ. -273.15 വീണ്ടും കുറയും തോറും എന്ത് ചെയ്യും? നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. കൂടിയാൽ മാത്രമേ അതിനൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയിലോട്ട് പോകുള്ളൂ. 0യിൽ താഴെയായി പോകും എല്ലാവരും. ആ ലൈൻ നമ്മൾ വരച്ചിരിക്കുന്ന ടെമ്പറേച്ചർ വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് ആ കർവിനെ നമ്മൾ എന്ത് വിളിക്കും? ഐസോബാർ എന്ന് വിളിക്കും. അതിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകളും കൂടെ ഒന്ന് വായിക്കാം. ഒബ്സർവേഷൻസ് ഓഫ് ചാൾസ് ക്യാൻ ബി ഇന്റർപ്രിറ്റഡ് if we put the value of T in equation as -273.15, we can see that the volume of the gas at -273.15 degrees Celsius will be 0. This means that gas will not exist. In fact, all the gases get liquefied before this temperature is reached. Gases liquefy ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ടെമ്പറേച്ചർ എത്തുന്നതിനേക്കാളും മുമ്പ് മാത്രമേ പറ്റുള്ളൂ. The lowest temperature, hypothetical or imaginary temperature at which gases are supposed to occupy 0 volume is called absolute zero. All the gases obey Charles law at very low pressure and high temperature. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ചാൾസ് ലോ ഒബേ ചെയ്യണമെങ്കിൽ പ്രഷർ കുറവായിരിക്കണം, ടെമ്പറേച്ചർ കൂടുതൽ ആയിരിക്കണം. ടെമ്പറേച്ചർ കൂടിയാൽ മാത്രമേ വോളിയം കൂടുകയുള്ളൂ. അതല്ലേ ചാൾസ് ലോയിൽ നമ്മൾ പറയുന്നേ V proportional to T. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. ടെമ്പറേച്ചർ കുറഞ്ഞാൽ വോളിയം എന്ത് ചെയ്യും? കുറയും. ടെമ്പറേച്ചർ -273.15 എത്തിക്കഴിഞ്ഞാൽ വോളിയം 0 ആകും. ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യില്ല. അതിലും താഴെ ടെമ്പറേച്ചർ പോയി കഴിഞ്ഞാൽ വോളിയം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതൊരു മീനിങ്ലെസ് ടെമ്പറേച്ചർ ആണ്. യെസ്, ക്ലിയർ ആണോ എന്താന്നുള്ളത്? മനസ്സിലായോ? യെസ്, അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം 5.2 ചെയ്യാം. നമ്മൾ ചെയ്തതാണോ മക്കളെ? അല്ലല്ലോ, ചാൾസ് ലോയുടെ പ്രോബ്ലം ചെയ്തില്ലല്ലോ. ഇല്ല. ഓക്കെ, പ്രോബ്ലം 5.2 പെട്ടെന്ന് ചെയ്യാം. യെസ്, ചോദിച്ചോ. ചാൾസ് ലോ ഒബേ ചെയ്യണമെങ്കിൽ എന്താണ് സംഭവം? ചാൾസ് ലോ ഒബേ ചെയ്യണമെങ്കിൽ എന്ത് രണ്ട് ഫാക്ടർ വേണമെന്ന് പറഞ്ഞില്ല. ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും. ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ ചാൾസ് ലോ ഒബേ ചെയ്യുള്ളൂ. ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ
ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് വോളിയം കൂടുകയുള്ളൂ. വോളിയം ഉണ്ടെങ്കിലല്ലേ ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. വോളിയം 0 എന്ന് പറഞ്ഞാൽ ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഒരിക്കലും -273.15 താഴെ ടെമ്പറേച്ചർ പോകാൻ പാടില്ല. ആ ടെമ്പറേച്ചറിലോട്ട് എത്തുമ്പോഴത്തേക്കും ഗ്യാസിന്റെ വോളിയം 0 ആയി പോകും. 0-യിൽ ഗ്യാസ് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. യെസ്. അപ്പൊ പ്രോബ്ലം 5.2 ചെയ്യാം. On a ship sailing in Pacific Ocean where temperature 23.4 degrees Celsius, a balloon is filled with a 2 liter air. Temperature തന്നു, അതിന്റെ വോളിയം തന്നു. What will be the volume of the balloon when the ship reaches Indian Ocean where the temperature 26.1 degree? Initially temperature 23.4 ആണ്. അപ്പത്തെ വോളിയം 2 ലിറ്റർ. ഇപ്പത്തെ ടെമ്പറേച്ചർ 26.1. അന്നേരമുള്ള വോളിയം V2 കണ്ടുപിടിക്കുക. ഓർത്ത് വെച്ചോണം, ടെമ്പറേച്ചറിനെ നമ്മൾ ഏത് സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യണം? ലുക്മാൻ, ഡിഗ്രി സെൽഷ്യസിലാണോ പ്രോബ്ലം ചെയ്യുന്നത്? ഇല്ല, കെൽവിൻ. കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. കെൽവിനിലോട്ട് എങ്ങനെയാ റിസ്വാന കൺവേർട്ട് ചെയ്യുന്നത്? ഹൗ ടു കൺവേർട്ട് ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ സ്കെയിൽ? മൈക്ക് മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്തേ. പറഞ്ഞേ, ഡിഗ്രി സെൽഷ്യസിനെ എങ്ങനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യും? കേട്ടില്ല. അംജദ് +273. +273. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ +273 ചെയ്യാം. യെസ്, പെട്ടെന്ന് ചെയ്യൂ. V1 2 ലിറ്റർ തന്നിട്ടുണ്ട്. അന്നേരമുള്ള ടെമ്പറേച്ചർ 23.4 ആണ്. 273 ആഡ് ചെയ്യുക, 296.4 കിട്ടും. ദെൻ അടുത്ത വോളിയം അൺനോൺ ആണ്, ഇതാണ് കണ്ടുപിടിക്കുന്നത്. ടെമ്പറേച്ചർ T2 തന്നിട്ടുണ്ട് 26.1 ഡിഗ്രി സെൽഷ്യസ്. ആഡ് വിത്ത് 273, 299.1 കെൽവിൻ. യെസ്. ദെൻ ഇക്വേഷൻ, ചാൾസ് ലോയുടെ ഇക്വേഷൻ പറഞ്ഞേ. ഇർഫാൻ, ചാൾസ് ലോയുടെ ഇക്വേഷൻ എന്താ? ചാൾസ് ലോയുടെ V2/T2/V1/T1. Yes, V1/T1 is equal to V2/T2. Yes, മിർസ പറഞ്ഞേ, ഇതിൽ നിന്നും V2 കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? V2 is equal to മിർസ T1 into V2/T2. T1 V2 കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ V1 into T2/T1. V2 is equal to V2 ഇവിടെ നിർത്തിയാൽ മതി, ബാക്കി T2 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. സോ V1 into T2 divided by T1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V1 2 ലിറ്റർ ആണ്, T2 299.1 കെൽവിൻ. ഇത് 2 ലിറ്റർ ഡിവൈഡഡ് ബൈ T1 296.4 കെൽവിൻ. കെൽവിൻ കെൽവിൻ ക്യാൻസൽ ചെയ്യും. ഫൈനൽ ആൻസർ ലിറ്ററിൽ കിട്ടും. യെസ്, ലിറ്ററിൽ വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയാം. കിട്ടിയവരൊക്കെ ഈ ഉത്തരം കിട്ടിയവര്? ഹാഷിം എത്ര കിട്ടിയേ? 2.0182 ലിറ്റർ. 2.0182 ലിറ്റർ. ഫാത്തിമയ്ക്ക് എത്ര കിട്ടി? 2.018 ലിറ്റർ. അൻസാഫിന് എത്ര കിട്ടി? അൻസാഫ് 2.018. യെസ്, ആൻസർ ഈസ് 2.018. യെസ്.
അത്രേ ഉള്ളൂ ചാൾസ് ലോ എന്ന് പറയുന്നത്. യെസ്. ഇവിടെ വണ്ടികള് ഇഷ്ടമുള്ളവരാരൊക്കെയുള്ള ഈ വണ്ടി പ്രാന്തന്മാരെന്നൊക്കെ പറഞ്ഞ പോലെ വണ്ടികളെ പറ്റി ഒരു വണ്ടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കി വണ്ടി ഫോണിലോ ടിവിയിലോ എവിടെയെങ്കിലും വണ്ടി കാണുമ്പോഴത്തേക്ക് ഉടനെ ഗൂഗിൾ ചെയ്ത് നോക്കി വണ്ടികളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അത് ഏത് കമ്പനിയാണ് ഏത് മോഡലാണ് അതിന്റെ തെന്നാക്കിയുണ്ട് എന്തൊക്കെയുണ്ട് എങ്ങനെ വർക്ക് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സാധാരണ ആമ്പിള്ളേരൊക്കെ ഇങ്ങനെ പുറകെ പോകുന്നവരാണ്. അങ്ങനെ ആരും ഇല്ല ഇവിടെ? വണ്ടികൾ ഇഷ്ടമുള്ള ആരുമില്ല? വണ്ടി ഓടിക്കാൻ അറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ? വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർ എത്ര പേരുണ്ട്? 2 വീലറും 4 വീലറും ഒക്കെ ഓടിക്കാൻ അറിയാവുന്നവരുണ്ടോ? 2, 4 ഒക്കെ ഓടിക്കോ ഫാത്തിമ? അല്ല മിസ് 2 മാത്രമേ ഉള്ളൂ. റോസ്മരിയോ? 2 വീലർ അറിയാം. മിർസയോ? 2 വീലർ അറിയാം. നിങ്ങൾ എവിടെയെങ്കിലും ഓടിച്ചോണ്ട് പോകാറുണ്ടോ? ആസിമിന് എന്നെ അറിയാമോ? ആസിം 2 വീലറും 4 വീലറും അറിയാം. അതൊക്കെ ഓടിച്ചോണ്ട് എവിടെയെങ്കിലും പോകാറുണ്ടോ? നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല. അതൊന്നുമില്ല ബൈക്ക് എടുത്തിട്ടോ വലിയ ഒഴിക്കും റോഡിലേക്ക് ഇറക്കൂല. മിറ്റത്തോട് ഓടിക്കുവാന്ന് പറഞ്ഞേ. മുറ്റത്ത് ഞാൻ ഇടയ്ക്ക് ഗ്യാസ് എടുക്കാനൊക്കെ. യെസ്. എവിടെ പോയാലും സൂക്ഷിച്ചു പോവാ. യെസ്. അതെന്തെങ്കിലും ആവട്ടെ. യെസ്. അപ്പൊ വണ്ടികളെ പറ്റി കുറച്ചൊക്കെ ധാരണ നിങ്ങൾക്കുണ്ട്. ഈ വണ്ടികള് കുറെ സമയത്ത് വെയിലത്ത് കിടക്കുന്നു വിചാരിക്കാം. അതിന്റെ ടയറിന് എന്തെങ്കിലും പറ്റും. ഇപ്പൊ കൊറോണയൊക്കെ കാരണം വണ്ടികളെല്ലാം എല്ലിയിലേക്ക് പണ്ട് ആൾക്കാർ ഇട്ടേക്കുമായിരുന്നു. എല്ലാവർക്കും ഷെഡിലൊന്നും കയറ്റിയിടാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. ചിലരുടെയൊക്കെ വണ്ടി കാലങ്ങളായിട്ട് റോട്ടിൽ കിടക്കുന്നത് നമുക്കറിയാം. അല്ലെങ്കിൽ ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടികൾ അവിടെ പിടിച്ചിട്ടുണ്ട് അവര്. ആ വണ്ടി കാലാകാലങ്ങളോളം എങ്ങനെയാണോ ഇരുന്നേ അതുപോലെ തന്നെ അവിടെ ഇരിക്കുവോ? ഇരിക്കുവോ ലുക്മാനെ? അതോ അതിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവുമോ? എന്നൊക്കെ സംഭവിക്കും അതിന്? ടയറൊക്കെ ഉണ്ടാവും. ടയറൊക്കെ കൊള്ളിലുണ്ടാവും. ടയർ പൊട്ടിപ്പോവില്ലേ? പൊട്ടിപ്പോവോ? ടയറ് പൊട്ടിപ്പോവും. വണ്ടി തുരുമ്പ് എടുക്കുവോ? എടുക്കും. ഇത്രയും മാറ്റങ്ങളെല്ലാം അവിടെ സംഭവിക്കും. ഈ ടയർ എങ്ങനെയാ പൊട്ടുന്നേ? എങ്ങനെയാ ഭീമ പൊട്ടുന്നത്? ടയർ എങ്ങനെയാ പൊട്ടിപ്പോണേ? ടയർ പൊട്ടാൻ കാര്യമില്ല. ഒരുപാട് നാളിങ്ങനെ അതായത് പ്രഷറും ടെമ്പറേച്ചറൊക്കെ കണ്ടിട്ടേ. ടെമ്പറേച്ചർ വന്നു കഴിയുമ്പോ എന്നാ സംഭവിക്കും? ടെമ്പറേച്ചർ വന്നതിന്റെ അതിന്റെ വോളിയം ടെമ്പറേച്ചർ കൂടുമ്പോ വോളിയം കുറയൂലോ? വോളിയം കുറയും ആണോ? അപ്പോ അല്ല ടെമ്പറേച്ചർ കൂടുമ്പോ വോളിയം കൂടും. വോളിയം കൂടും. അപ്പൊ ടയർ പൊട്ടും. അപ്പൊ ടയർ പൊട്ടിപ്പോവും. ഓക്കെ. നിങ്ങളുടെ വീട്ടിലെ കുക്കറിൽ സാധനങ്ങൾ ഉണ്ടാക്കാറില്ലേ? പാചകം ചെയ്യാറില്ലേ? പ്രഷർ കുക്കറിൽ ഫുഡ് ഉണ്ടാക്കാറില്ലേ വീട്ടില്? ഇല്ലേ? എല്ലാവരുടെയും വീട്ടിൽ പ്രഷർ കുക്കർ എന്തായാലും ഉപയോഗിക്കും. ഇപ്പൊ ആരോ കുറച്ചു മുമ്പ് ആരണ്ട് വീഡിയോ ഉണ്ടാക്കി ഇപ്പൊ കുക്കർ ഇരുന്ന് വെച്ച് കേട്ടില്ല. ആരുടെ വീട്ടില? അൽവാന്റെ അടുത്താ തോന്നുന്നു. അൽവാൻ പോയോ? ഇവിടെ ഒന്നും ഇല്ലല്ലോ, കാണുന്നില്ല. യെസ്. ഇല്ലേ? കുക്കറിൽ എന്തായാലും സാധനം വെക്കും. എന്തിനാ ഈ കുക്കറിൽ വെക്കുന്നേ? ഗ്യാസേ വെച്ചാ പോരെ? അംജദ എന്തിനാ ഈ കുക്കറിൽ ഫുഡ് കുക്ക് ചെയ്യണം? അത് പുഴുങ്ങി കിട്ടാൻ വേണ്ടി. പുഴുങ്ങി കിട്ടാനാണോ പ്രഷർ കുക്കറിൽ വെക്കുന്നേ? അല്ലേ? പുഴുങ്ങാൻ വേണ്ടി മാത്രമാണോ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്? അതിന്റെ ഉപയോഗം ശരി. ഫുഡ് പാചകം ചെയ്യാൻ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്. എന്തിനീ പ്രഷർ കുക്കറിൽ കൊണ്ടുവയ്ക്കണം? എന്നാ ഒരു പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുത്താ പോയി. എന്തിനീ പ്രഷർ കുക്കറിൽ വെക്കണേ? ഇപ്പൊ വീട്ടിലൊക്കെ മീറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നു നിങ്ങൾ വിചാരിക്കുക. ഓക്കെ. ഇപ്പൊ രാവിലെ കൊണ്ടുവന്ന് ഉമ്മച്ചിയുടെ കയ്യിലോ അമ്മയുടെ കയ്യിലോ നമ്മുടെ വീട്ടുകാരിപ്പോ അപ്പനോ ചേട്ടന്മാരോ ആരെങ്കിലും കൊണ്ട സാധനം കൊണ്ട് കൊടുക്കുവാണെങ്കിൽ അമ്മ എന്ത് ചെയ്യും? നല്ല സാവകാശം സമയമൊക്കെ എടുത്ത് എന്ത് ചെയ്യും? അല്ലെ? പാത്രത്തില് അത് നന്നായിട്ട് വൃത്തിയായിട്ട് വെച്ച് നിങ്ങൾക്ക് തരും. ആണല്ലോ? ഇനി നേരം വൈകി ഒരു പാതിരാത്രി ആകുമ്പോഴത്തേക്കും കൊണ്ടു തന്നിട്ട് പറയും ഇത് ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? ആദ്യം പറയും എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയും. എന്നാലും അമ്മമാർ എന്ത് ചെയ്യും? ഉണ്ടാക്കും. എങ്ങനെ ഉണ്ടാക്കും? അടുപ്പത്തിട്ട് കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണോ ചെയ്യുന്നേ? ആണോ അംജദ്? നേരം വൈകി ആരെങ്കിലും വിരുന്നുകാരുണ്ടെന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത്? പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യും? മുമ്പ് അംജദ് പറഞ്ഞ പോലെ ഇന്നാ കൊണ്ട് തിന്നോളാൻ പറയൂലേ? പുഴുങ്ങി തിന്നോളാൻ പറഞ്ഞ് പ്രഷർ കുക്കറിൽ വെച്ച് തരുമായിരിക്കും. ആണോ? അല്ല. എന്താ ചെയ്യണേന്ന് പറയും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? വേഗം പറഞ്ഞേ. നേരമുണ്ടായി അതിനകത്ത് വെച്ചിട്ട്. അപ്പൊ എന്തിനാ അങ്ങനെ വെക്കുന്നേന്ന് എന്റെ ഈ ചോദ്യം.
എന്തിനായിരിക്കും പ്രഷർ കുക്കറിൽ കൊണ്ട് വെക്കുന്നത്? വേവാൻ. വേവാൻ. ഇങ്ങനെ വേവാനല്ല, അവരെ പാത്രത്തിൽ വെച്ചാ പോരെ? മറ്റേ ആവി കൊണ്ട് പിന്നെ ടെമ്പറേച്ചറും പിന്നെ ആവിയും വെച്ച്. ആ ടെമ്പറേച്ചർ ആവിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യൂന്നാണ് എന്റെ ചോദ്യം. എന്നാ സംഭവിക്കുന്നേ? ഭീമറിയാം പറഞ്ഞു. എന്നാ സംഭവിക്കുന്നത്? എന്തിനാ അതിനകത്ത് വെക്കണേ? പെട്ടെന്ന് വേവാൻ വേണ്ടിട്ട്. പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാ വെക്കുന്നത് അല്ലേ? പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഈ പെട്ടെന്നാകുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ എന്നാ സംഭവിക്കുന്നത്? നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പം അവിടെ എന്ത് കൂടും? പ്രഷർ കൂടും. പ്രഷർ കൂടും. പ്രഷർ കുക്കറിൽ നിന്ന് ചീറ്റത്തില്ലേ? അതെന്താ? പ്രഷറാ പുറത്തോട്ട് വരുന്നത്. ടെമ്പറേച്ചർ കൂട്ടിക്ക് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ എന്റെ ആവി പുറത്തോട്ട് വരും. പ്രഷർ പുറത്തോട്ട് തള്ളി പോകുന്നതാണ് ആ ഒച്ച വെക്കുന്നത്. ഷീന്ന് പറഞ്ഞ ഒച്ച വെക്കൂലോ, വിസ്ലിംഗ് സൗണ്ട് വരും അല്ലെ? ടെമ്പറേച്ചർ കുറച്ച് വെച്ചാൽ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നതിന് ശേഷം മാത്രമേ എന്ത് വരുള്ളൂ? ആ വിസ്ലിംഗ് സൗണ്ട് അവിടെ നിന്ന് വരുള്ളൂ. അപ്പൊ പ്രഷർ കുക്കറിൽ എന്നാ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ വരുമ്പോൾ പ്രഷർ കൂടി പെട്ടെന്ന് കുക്ക് ചെയ്യുവാണ് സംഭവിക്കുന്നത്. അപ്പൊ ടെമ്പറേച്ചറും പ്രഷറും എങ്ങനെയായിരിക്കും ഇർഫാനെ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ? ഡയറക്ട്ലി അല്ലേ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഞാൻ ആദ്യം ഒരു ടയറിന്റെ കാര്യം നിങ്ങളോട് ചോദിച്ചില്ലായിരുന്നോ? ടയർ വെയിലത്ത് കിടക്കുമ്പോൾ പൊട്ടിപ്പോവും. അതിന്റെ കാര്യം എന്നാ? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ കൂടും. പ്രഷർ കൂടിയിട്ടാണ് ടയർ പൊട്ടിപ്പോണേ. അതുകൊണ്ടിട്ടല്ലേ നിങ്ങളുടെ വീട്ടിലൊക്കെ വണ്ടി ഉള്ളവരുണ്ടോ? ആരുടെയും എല്ലാവരും മിക്കവരുടെ വീട്ടിൽ തന്നെ വണ്ടി കാണും. എന്തെങ്കിലും ഒരു വണ്ടി കാണുമല്ലോ. ഇപ്പൊ ഇവൻ സൈക്കിൾ ആണെങ്കിൽ പോലും ഉണ്ടാവും ഇല്ലേ? ഇടയ്ക്കിടയ്ക്ക് പോയി പ്രഷർ ചെക്ക് ചെയ്യാൻ കൊണ്ടുവന്നും പറഞ്ഞ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകത്തില്ലേ? ടയറിന്റെ പ്രഷർ ചെക്ക് ചെയ്യണം എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ടയറിന്റെ പ്രഷർ ചെക്ക് ചെയ്യണം എന്ന് പറയും. എന്തിനാ? പ്രഷർ പ്രോപ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ടയർ പൊട്ടിപ്പോണത്. ചിലപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ടയർ ചിലപ്പോൾ പൊട്ടിപ്പോകുന്ന സാഹചര്യങ്ങൾ വരും. അത് ഭയങ്കര വലിയ അപകടം ഉണ്ടാക്കുന്ന സാധനം അത്. ടയർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ താഴെ കിടക്കും, അപകടം ഉണ്ടാവും ഇല്ലേ? അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പ്രഷർ ചെക്ക് ചെയ്യണം എന്ന് പറയും. ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ച് അത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ടയർ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ആണല്ലോ? ഓക്കെ. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ എന്താ ചെയ്യുന്നത്? റിസ്വിൻ കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നത്? പ്രഷർ കൂടും. പ്രഷർ കൂടും. അപ്പൊ ടെമ്പറേച്ചറും പ്രഷറും എങ്ങനെയായിരിക്കും പോവാതെ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇവിടെ വോളിയത്തിന് വ്യത്യാസം ഒന്നുമില്ല. അപ്പൊ വോളിയവും നമ്പർ ഓഫ് മോൾസും എങ്ങനെയായിരിക്കും റോസ്മരിയ? വോളിയം എങ്ങനെയായിരിക്കും? കൂടും. വോളിയം കൂടുവോ? വോളിയം കൂടും. എത്രയും ആലോചിച്ചാൽ മതി. പ്രഷർ കുക്കറിൽ സാധനം വെച്ചു, ടെമ്പറേച്ചർ കൊടുത്തു, അതിൻ്റെ അകത്തിരിക്കുന്ന സാധനം നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ അത്രയും അതിനേക്കാളും കൂടുതൽ കിട്ടുമോ? വോളിയം കുറയും. 1 കിലോ അരച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് തിരിച്ചു കിട്ടുമ്പോൾ 2 കിലോയോ പ്രഷർ കുക്കറിൽ നിന്ന് പുറത്തെടുക്കുമ്പോ? അവൻ എന്തെടുക്കായിരുന്നു? അപ്പൊ വോളിയം എങ്ങനെയായിരിക്കും? വോളിയം കുറയും. വോളിയം കുറയോ? കുറഞ്ഞു പോവോ? 1 കിലോ വെച്ചിട്ട് തിരിച്ചു കിട്ടുമ്പോൾ 1/2 കിലോയാവോ? വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. പ്രഷർ കുക്കറിന്റെ കാര്യം മാത്രം ഓർത്താൽ മതി, ഈസി ആയിട്ട് കിട്ടും. അപ്പൊ പ്രഷർ എങ്ങനെയാണ്? ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. വോളിയം എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്പർ ഓഫ് മോൾസും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് നമ്മൾ ഒരു ലോ ആയിട്ടാണ് പഠിക്കുന്നത്. ആ ലോയ്ക്ക് പറയുന്ന പേരാണ് ഗേ-ലുസാക്സ് ലോ എന്ന് പറയുന്നത്. ഗേ-ലുസാക്സ് ലോ. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം 2 ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം പഠിച്ച 2 പേരുണ്ടായിരുന്നു ആസിമെ. ആദ്യം പഠിച്ച 2 ലോയുടെ പേരെന്നാ? ഇന്നലെ പഠിച്ചാണോ? ഇന്നലെ പഠിച്ചത്? ഇന്നലെ ഞാൻ ഇല്ലായിരുന്നു. റിസ്വാന പറഞ്ഞു ഇന്നലെ പഠിച്ച 2 ലോയുടെ പേരെന്നാ? ബോയ്സ് ലോയും ചാൾസ് ലോയും. യെസ്, ബോയിൽസ് ലോയും ചാൾസ് ലോയും പഠിച്ചു. 2 ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ട് എഴുതുവല്ലേ ചെയ്തേ? അപ്പൊ ഇതിന്റെ ഇക്വേഷൻ തന്നെ എഴുതിക്കേ. എന്റേതാ പ്രഷർ ടെമ്പറേച്ചറിന് എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊടുത്ത് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പാകത്തിൽ ഡിറൈവ് ചെയ്തെടുക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കൂലോ? ആദ്യം പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇട്ടിട്ടുള്ളത് മാത്രം കൂടെ എഴുതി വെച്ചാൽ മതി. അപ്പൊ പിന്നെ വളരെ ഈസി ആയിരിക്കും. പ്രഷർ പ്രൊപ്പോർഷണൽ ടു ടി, ബ്രാക്കറ്റിൽ കൊടുക്കുക കോൺസ്റ്റന്റ് വോളിയം ആൻഡ് നമ്പർ ഓഫ് മോൾസ്. യെസ്. ഇനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണം.
നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഏത് ലെറ്ററാ കൊടുക്കുന്നേ ജമീലത്തെ? കോൺസ്റ്റന്റ് കൊടുക്കുമല്ലേ? കോൺസ്റ്റന്റ് കെ കൊടുക്കും. യെസ്. ബോയിൽസ് ലോയ്ക്ക് ഏത് കെ ആ കൊടുത്തേ ഫാത്തിമ? ബോയിൽസ് ലോയ്ക്ക് നമ്മൾ കൊടുത്തത് K1. ലുക്മാനെ ചാൾസ് ലോയ്ക്ക് കൊടുത്തത് എന്താ? K2. അങ്ങനെയാണെങ്കിൽ ഇർഫാൻ പറഞ്ഞേ നമ്മള് ഈ ലോയ്ക്ക് ഏത് കെ കൊടുക്കും? K3 ആണോ? K3. യെസ്. കെ ആണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് K1, K2, K3 എന്ന് കൊടുക്കുന്നത്. യെസ്. അപ്പൊ വേഗം ചെയ്തോളൂ. P പ്രൊപ്പോർഷണൽ ടു T, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുക, ദെൻ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. ബോയിൽസിലേക്ക് നമ്മൾ P1 V1 = P2 V2 ചെയ്തു. ചാൾസിലേക്ക് V1/T1 = V2/T2 ചെയ്തു. അതുപോലെ ഇതിന്റെ ഇക്വേഷനും ഡിറൈവ് ചെയ്യാം. അതെ, പ്രഷർ കുക്കറിന്റെ വോളിയം കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. വോളിയം അതിന്റെ അകത്ത് ഇരുന്ന് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രഷർ കുക്കർ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചു പോയില്ലേ. അപ്പൊ അതുകൊണ്ടാട്ടോ വോളിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നേ. ഇപ്പൊ ഞാൻ പറയത്തില്ലേ, നമ്മൾ ഈ പ്രഷർ കുക്കറിൽ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രഷർ കുക്കറിന് എന്തോരം മുഴുപ്പുണ്ടോ അത് ഫുള്ള് അതിന്റെ അകത്ത് ഫില്ല് ചെയ്ത് വെക്കൂല കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മളോട് ഒരു 5 ലിറ്ററിന്റെ കുക്കർ നമ്മൾ വീട്ടിൽ മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഒരിക്കലും 5 ലിറ്റർ സാധനം നമുക്ക് അതിനകത്ത് പറ്റത്തില്ല. 5 ലിറ്റർ ഫുൾ അതിന്റെ അകത്ത് കൊള്ളും. അതിന്റെ കപ്പാസിറ്റിയാണ് 5 ലിറ്റർ എന്ന് പറയുന്നത്. 5 ലിറ്ററും അതിന്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് ഒരിക്കലും കുക്ക് ചെയ്യാൻ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുക? എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചിരിക്കും. ഒരിക്കലും 5 ലിറ്റർ നമ്മൾ ചെയ്യില്ല. അതിനേക്കാളൊക്കെ താഴെ നമ്മൾ എടുക്കുള്ളൂ. അതിന്റെ ഒരു ഹാഫ് വരുന്ന രീതിയിലേ നമ്മൾ അതിനകത്ത് സാധനങ്ങൾ എടുക്കുള്ളൂ. കാരണം എന്താ? ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അതിനകത്ത് വെള്ളം അതിനകത്ത് തിളയ്ക്കും സ്വാഭാവികമായിട്ടും, അല്ലെ? തിളച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റീം ഉണ്ടാവും. അപ്പൊ സ്റ്റീമിന് അതിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയും. അപ്പൊ അവർ അകന്നകന്നകന്ന് പോകും. അപ്പൊ പിന്നെ അവർക്ക് അതിനകത്ത് നിൽക്കാൻ സ്പേസ് ഉണ്ടാകത്തില്ല. അന്നേരത്തേക്ക് അത് എന്നാ സംഭവിക്കും? പൊട്ടിത്തെറിച്ചു പോകും. അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അതാ പറയുന്നത്, വോളിയം എങ്ങനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ മാത്രമേ ഈ പരിപാടി നടക്കുകയുള്ളൂ. അങ്ങനെയാണ് ആ പ്രഷർ കുക്കർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ ഒരു പാത്രം എടുത്തിട്ട് ഒരു ലിഡ് ഇട്ട് വെക്കുന്നതല്ല പ്രഷർ കുക്കർ. ഇതെല്ലാം നോക്കിയിട്ടാണ് പ്രഷർ കുക്കർ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ലിഡ് വർക്ക് ചെയ്യാണ്ട് വരും. ലിഡ് വർക്ക് ചെയ്യാണ്ട് വരുമ്പോഴല്ലേ കുക്ക് ചെയ്യാൻ പറ്റാണ്ട് വരുന്നേ. അതിന്റെ ഇടയിൽ നിന്നെല്ലാം ചീത്തെറിച്ച് പോകത്തില്ലേ? അപ്പൊ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സാധനം ആയിരിക്കത്തില്ല. അത് വ്യത്യാസമുണ്ട്. അവിടെ എല്ലാ പാത്രത്തിന്റെ ഏത് കുക്കറിന്റെ ലിഡ് എടുത്തിട്ട് നമുക്ക് അതിന് മേളിൽ കൊണ്ട് ഇടാൻ പറ്റത്തില്ല. ലിഡ് എന്നാന്ന് മനസ്സിലായല്ലോ അല്ലെ? അതിന്റെ മേളിൽ ഇരിക്കുന്ന സാധനം അത് പൊങ്ങുമ്പോഴല്ലേ അതിന്റെ അത് ഗ്യാസ് വരുന്നേ. അതങ്ങനെ മാറ്റി മാറ്റി ഇടാനും പറ്റത്തില്ല. ഓരോ പ്രഷർ കുക്കറിനും ഇത് ഡിഫറെന്റ് ആയിരിക്കും. യെസ്. എന്നാ മിർസ? ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഗേലൂസാക്സിന്റെ ലോ പഠിക്കുന്നുണ്ടല്ലോ, അത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഗേലൂസാക്സ് ലോ പഠിച്ചു. സ്കൂളിലൊക്കെ പഠിക്കുന്നത് ഇവിടെ പഠിപ്പിച്ചില്ലാന്ന് തോന്നുന്നു. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിൽ ഒരു ലോ ആയിട്ട് ഗേലൂസാക്സ് പഠിപ്പിച്ചു. അവിടെ ഗേലൂസാക്സ് ലോ ഉണ്ടായിരുന്നു, അവഗാഡ്രോസ് ലോ ഉണ്ടായിരുന്നു. ഗേലൂസാക്സ് ലോ ഓഫ് ഗ്യാസിയസ് വോളിയം അല്ലേ? അത് നമ്മളിവിടെ പഠിച്ചിട്ടില്ല. അത് തന്നെ ഇത്. സെയിം ടെമ്പറേച്ചർ സെയിം പ്രഷർ എടുത്ത് കഴിയുമ്പോഴത്തേക്കും സിമ്പിൾ റേഷ്യോ വോളിയം കോൺസ്റ്റന്റ് ആന്ന് പറയുന്നത്. അവിടെ നേരെ തിരിച്ചാ പറയുന്നത്, വോളിയം കോൺസ്റ്റന്റ് ആണ് എപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും ഒരുപോലെ എടുത്താൽ. അത് തന്നെ ഇവിടെ നമ്മൾ പറയുന്നത്. പ്രഷറും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എപ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആകുമ്പോൾ. യെസ്. ഓക്കെ, അപ്പം ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തില്ലേ? യെസ്. പറഞ്ഞ ജമീലത്തെ എന്നതാ കിട്ടിയേ? പി പ്രൊപ്പോർഷണൽ ടു ടി. പിന്നെ അത് എന്ത് വരും? പി ഈസ് ഈക്വൽ ടു K3 K3 T. Then K3 കോൺസ്റ്റന്റ്. അപ്പൊ എന്ത് എഴുതാം? P/T is equal to K3, a constant. അപ്പൊ എന്താ ഇക്വേഷൻ വരുന്നേ? P1/T
T1 is equal to P2 by T2. P1 by T1 is equal to P2 by T2. ഇങ്ങനെ കിട്ടിയവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാന്ന് വിചാരിക്കുക. പ്രഷർ എഗനസ്റ്റ് ടെമ്പറേച്ചർ. എന്ത് ഗ്രാഫ് ആയിരിക്കും വിശാലെ കിട്ടുക? പ്രഷർ അഗൈൻസ്റ്റ് ടെമ്പറേച്ചർ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ എന്ത് ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്? ആ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും? അതാ യൂണിഫോം ആയിരിക്കും, മുകളിലേക്കാണോ? യെസ്, സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ പോകും. യെസ്, ഇതൊരു V1 വോളിയത്തിൽ കോൺസ്റ്റന്റ് ആണ്. ഇത് V2 വോളിയത്തിലാണെന്ന് വിചാരിക്കുക. ഇത് V3 വോളിയത്തിലാണെന്ന് വിചാരിക്കുക. ഹിയർ V1 ലെസ് ദാൻ V2 ലെസ് ദാൻ V3. ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാഫിന് നമ്മളൊരു പേര് പറയും, വിച്ച് ഈസ് കോൾഡ് ഐസോകോർ. വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാഫിന് പറയുന്ന പേരാണ് ഐസോകോർ. ഐസോകോർ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കർവിന് പറയുന്ന പേരെന്താ അഷ്കർ? ഐസോതെർം. ഐസോതേർം. പ്രഷർ ആണെങ്കിലോ ഐസോബാർ. ഐസോബാർ. വോളിയം ആണെങ്കിൽ പറയുന്നത് ഐസോകോർ. 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 Yes. Then move on to the last law, that is Avogadro's law. അത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അവഗാഡ്രോസ് ലോ നമ്മൾ ഓൾറെഡി പഠിച്ചതാ. എന്താ അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്? അവഗാഡ്രോസ് ലോ. റിസ്വിൻ, what is അവഗാഡ്രോസ് ലോ? Volume is directly proportional to number of molecules. Yes, വോളിയം നമ്പർ ഓഫ് മോൾസിന് എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. യെസ്, be proportional to n at constant temperature and pressure. Constant ടെമ്പറേച്ചറിലും പ്രഷറിലും വോളിയം എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി നമുക്ക് ഏത് കോൺസ്റ്റന്റ് കൊടുക്കാം? ഹാഷിം, ഏത് കോൺസ്റ്റന്റ് കൊടുക്കാൻ പറ്റുന്നത്? K4. Yes, K4. V is equal to K4 into n. V is equal to K4 into n. Yes. ഒരു മോളിന്റെ അകത്ത് എന്തുമാത്രം പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും? ഒരു മോളിന്റെ അകത്ത് ഇതാ 6.022 into 10⁻23. അത് എന്തെന്നാ ഭീമ മറിയം പേര് പറയുന്നേ? ആ നമ്പറിന് പറയുന്ന പേരെന്താ? Avogadro number. Yes, Avogadro's constant. About 1 mole of any substance containing Avogadro number of particles 6.022 into 10 to the power of 23, which is called Avogadro constant. Okay. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കൂടുമ്പോൾ വോളിയം അല്ലെങ്കിൽ വോളിയം കൂടുമ്പോൾ നമ്പർ ഓഫ് മോൾസും എന്ത് ചെയ്യും? കൂടും. ഒരു മോള് ഏത് സബ്സ്റ്റൻസ് എടുത്താലും അതിന്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ V is equal to K4 into n എന്ന് എഴുതി. ഇതിനെ ഡെൻസിറ്റിയുടെ ഇക്വേഷനോട്ടൊന്ന് റിലേറ്റ് ചെയ്ത് എഴുതിക്കേ. നമ്മൾ ബോയിൽസ് ഡെൻസിറ്റി റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചതാ അല്ലേ? അതുപോലെ തന്നെ ഈ അവഗാഡ്രോസ് ലോയും ഡെൻസിറ്റിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? അഫീസ, ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? മാസ് ഡിവൈഡ് ബൈ വോളിയം. യെസ്, മാസ് ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം അവിടെയുണ്ട്, ഇനി മാസ് കിട്ടണം. മാസ് എന്ന് പറയുന്ന ടേം ഇതിന്റെ അകത്ത് ആരോടാ വിശാലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നേ? ആർക്ക് പകരം ഇവിടെ മാസ് കൊടുക്കാം? മാസ് എന്ന് പറയുന്ന ടൈം ആർക്ക് പകരം നമുക്കിവിടെ കൊടുക്കാം? മോളിന് പകരമാണോ? യെസ്, മോള് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? മോൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് മോൾസ്? ഫെൻസ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഫെൻസ എനിക്ക് അറിഞ്ഞൂടാ, മറന്നുപോയി. അതപ്പോ
പറഞ്ഞതാണല്ലോ. അപ്പൊ ഇന്ന് മറന്നുപോയോ? ഇന്നലെ പെൻസിലിന്റെ ഉത്തരം പറഞ്ഞാലോ? ഞാൻ മറന്നുപോയി. ഇന്ന് എല്ലാ കാര്യവും മറന്നുപോയോ? ഫാത്തിമ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? Given mass by gram molecular mass. Given mass divided by molecular mass. Okay. അപ്പൊ നമ്പർ ഓഫ് മോൾസ് given mass divided by molar mass ആണ്. ഡെൻസിറ്റി D is equal to m/v ആണ്. V is equal to K4 into N ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ നിന്നും ഇതിനെ ഡെൻസിറ്റിയുടെ ഇക്വേഷനോട് ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് എഴുതുക. അവഗാഡ്രോസ് ലോയും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക. അൽസാഫ്, ആദ്യം എന്താ ചെയ്യണ്ടേ? അയണിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? എന്നതാ? ആദ്യം വീട് അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. വീട് അവിടെ എന്ത് കൊടുക്കും? വീട് അവിടെ m/d എന്ന് എഴുതാൻ പറ്റില്ലേ? നമുക്ക് ഡെൻസിറ്റി ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക ചെയ്യേണ്ടത്. ഡെൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആദ്യം എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. വരെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ മോളിന്റെ മോൾസിന് പകരം എന്ത് കൊടുക്കണം? m/m എന്ന് കൊടുക്കാം. V is equal to K4 into m/m. ഇനി എന്നാ ചെയ്യേണ്ടത് റിസ്വിൻ? ഡെൻസിറ്റിയുടെ ഇക്വേഷൻ D is equal to m/v എന്ന് കിട്ടണമെങ്കിൽ ഈ ഇക്വേഷനെ ഇനി എന്ത് ചെയ്യണം? എന്ത് ചേഞ്ച് ആണ് ഇതിന്റെ അകത്ത് വരുത്തേണ്ടത്? എങ്ങനെ m/v കിട്ടും? ഈ ഇക്വേഷന്റെ അകത്ത് m/v കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അറിയില്ലാന്നോ? എന്തുകൊണ്ട് അറിയില്ല? അത് കേട്ടില്ല. അതെങ്ങനെയാ? ഞാൻ ചോദിച്ചത് നമുക്ക് ഈ ഇക്വേഷന്റെ അകത്ത് ഡെൻസിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരും? ഡെൻസിറ്റി കൊണ്ടുവരണമെങ്കിൽ അവിടെ m/v എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഡെൻസിറ്റി എഴുതി വെക്കാൻ പറ്റുള്ളൂ. ആ m/v എങ്ങനെ ഉണ്ടാക്കും ഈ ഇക്വേഷനിൽ നിന്നും? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ അങ്ങനെയല്ലല്ലോ. നമുക്ക് അത്രേ ഉള്ളൂ. ഈ m ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ m is equal to K4 into m divided by v ഇവിടെ വന്നു. യെസ്. അടുത്ത എന്താ ചെയ്യണ്ടേ ഭീമ മറിയം? m/vക്ക് പകരം എന്ത് കൊടുക്കണം? D കൊടുക്കണം. യെസ്, D കൊടുക്കണം. അപ്പൊ K4 into D എന്ന് വരും. മോളാർ മാസ് ഡെൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ദിസ് ഈസ് ദ റിലേഷൻ. ഇങ്ങനെയാട്ടോ ചെയ്യണ്ടേ. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം റിലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ആദ്യമേ ഇട്ട് വയ്ക്കുകയല്ല ചെയ്യണ്ടേ, അതിലോട്ട് എത്തുവാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഡെൻസിറ്റിയും മോളാർ മാസും നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ അവഗാഡ്രോസ് ലോയിൽ നമ്മള് V പ്രൊപ്പോർഷണൽ ടു N എന്നാണ് നമ്മൾ കണ്ടത്. അതായത് വോളിയം നമ്പർ ഓഫ് മോൾസിന് എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വോളിയം നമ്പർ ഓഫ് മോൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ. നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അവഗാഡ്രോസ് കോൺസ്റ്റന്റ് 6.022 into 10 to the power of 23. അവിടെ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്താ? V പ്രൊപ്പോർഷണൽ ടു N at constant temperature and constant pressure. V proportional to N at constant temperature and constant pressure. Okay. ഈ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് പ്രഷറും വന്നാൽ ആ ഒരു കണ്ടീഷൻ നമ്മളൊരു പേര് പറയും STP കണ്ടീഷൻ എന്നാ പറയുന്നത്. STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ
ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, നമ്മൾ സാധാരണ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പം മാർക്ക് നമ്മളുടെ പെർസെന്റേജിലാ പറയുന്നേ, അല്ലേ ഇർഫാനെ? യെസ്. ഈ പെർസെന്റേജ് പറയാൻ വേണ്ടി നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി ഒരു നമ്പർ എടുത്തിട്ടുണ്ട്. അത് ഏത് നമ്പറാ? 100 ആണോ? 100. യെസ്, 100 വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ആക്കി എടുത്തിരിക്കുന്നത് 100 ആണ്, അല്ലേ? സ്റ്റാൻഡേർഡ് ആക്കി എടുത്തിരിക്കുന്നത് 100 ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി എടുത്തിരിക്കുന്ന ഒരുപാട് നമ്പറുകളുണ്ട്. ഇപ്പൊ റിലേറ്റീവ് ആറ്റോമിക് മാസ് പറയാൻ സ്റ്റാൻഡേർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. AMU ഒക്കെ വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അവഗാഡ്രോസ് കോൺസ്റ്റന്റ് ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും ഉണ്ട്, സ്റ്റാൻഡേർഡ് പ്രഷറും ഉണ്ട്. അതിനെ നമ്മൾ STP എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ 10ാം ക്ലാസ്സിൽ അത് പഠിച്ച 9 10 പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുള്ളവരൊക്കെ ഒന്ന് നോക്കിക്കേ. STP കണ്ടീഷൻ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ, ഓർമ്മയുള്ളവരെന്ന് നോക്കിക്കേ. മെർസ് എന്ന് പറഞ്ഞ് എന്തായിരുന്നു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും സ്റ്റാൻഡേർഡ് പ്രഷറും? STP എന്താണല്ലേ അതിന്റെ നമ്പർ വാല്യൂ എത്രയാണ്? 24.4 ലിറ്റർ അല്ലെ? 22.4 ലിറ്റർ. പ്രഷർ എന്തായിരുന്നു? STPയുടെ വാല്യൂ അല്ലേ അത്? അങ്ങനെ STPയിലുള്ള വോളിയം ആണ് 22.4 ലിറ്റർ. അപ്പൊ ഈ STPയിൽ നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചറും പ്രഷറും ഓർമ്മയുണ്ടോ? 180 പ്രഷർ. പിന്നെ അറിയില്ല. ഓക്കെ, ഇനി വേറെ ആർക്കാം? യെസ്, ഫാത്തിമ പറഞ്ഞോ. 273 കെൽവിൻ. 273 കെൽവിൻ. ഓക്കെ, ഒരാൾ 180 പറഞ്ഞു, പ്രഷർ പറഞ്ഞു, 273 കെൽവിൻ പറഞ്ഞു, ഇതേ വോളിയവും പറഞ്ഞു. അത് തന്നെയാണ് STP കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിരിക്കുന്ന വാല്യൂസ്: ടെമ്പറേച്ചർ 273 കെൽവിൻ, പ്രഷർ 180 പ്രഷർ, വോളിയം 22.4. ഓക്കെ, അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു തെറ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. STPയിലുള്ള വോളിയം 22.4 അല്ല, STPയിലുള്ള വോളിയം 22.7 ആണ്. NTPയിലുള്ള വോളിയമാണ് 22.4. പക്ഷെ നമ്മൾ NTP എന്ന് പറഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടീച്ചർ പറഞ്ഞു തരാം. അതിൽ ചെറിയൊരു വ്യത്യാസം വന്നത്, പ്രഷർ അന്നേരം പറയുമ്പോൾ ബാറിലാണ് നമ്മൾ പറയില്ലേ, പക്ഷെ നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുമ്പോൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് 22.414 തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ തന്നെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് STP കണ്ടീഷൻ എന്നുള്ളത് ആദ്യം നോക്കി വയ്ക്കുക. STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇവിടെയുള്ള STPയിൽ ഉള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273.15 കെൽവിൻ അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ്. ദെൻ പ്രഷർ എന്ന് പറയുന്നത് 1 ബാർ പ്രഷർ അല്ലെങ്കിൽ പാസ്കലിൽ പറഞ്ഞാൽ 10⁵ പാസ്കൽ. ഓക്കെ, ഈ സമയത്തുള്ള വോളിയം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലുമുള്ള വോളിയം 22.71 ലിറ്റർ പെർ മോൾ ആണ്. 180 പ്രഷർ, sorry 1 bar pressure, 273.15 Kelvin temperature, the volume is 22.71 liter. N എന്ന് പറയുന്നത് 1 മോൾ ആണ്. നമ്പർ ഓഫ് മോൾസ് 1 ആണ്. അതല്ലേ പെർ മോൾ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് 1. ഒരു മോളിന്റെ വോളിയത്തിന് പറയുന്ന പേരെന്താ ആസിം? ഒരു മോളിന്റെ വോളിയത്തിന് പറയുന്നത് എന്നാ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്? കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വോളിയത്തിന് ഒരു പേര് പറയൂലോ, മോളാർ വോളിയം. മറന്നുപോയി കാണും നിങ്ങൾ, ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതാ. മോളാർ വോളിയം, മോളാർ മാസ് പറയും. ഒരു മോൾ എന്തിന്റെ ആണെങ്കിലും മാസിനെ മോളാർ മാസ് എന്ന് വിളിക്കും. ഒരു മോളിന്റെ വോളിയത്തിനെ നമ്മൾ മോളാർ വോളിയം എന്ന് വിളിക്കും. അപ്പൊ അതുകൊണ്ട് ഈ വോളിയത്തിന് നമുക്ക് മോളാർ വോളിയം എന്ന് പറയാം കേട്ടോ, മോളാർ വോളിയം. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ 273.15 കെൽവിൻ തന്നെ, അതായത് 0 ഡിഗ്രി സെൽഷ്യസ് തന്നെ. പ്രഷർ എന്ന് പറയുന്നത്
1 atm pressure. 1 atm pressure. ബ്രാക്കറ്റിൽ കൊടുക്ക്. 1 atm എന്ന് പറയുന്നത് 1.0132 ബാർ പ്രഷർ നീക്കില്ല. നോക്കിക്കേ, ചെറിയൊരു വ്യത്യാസമുള്ളൂ. 0.013യുടെ ഡിഫറൻസ് മാത്രമേ അവിടെയുള്ളൂ. ആ സമയത്തെ വോളിയമാണ് 22.414 ലിറ്റർ. At 0 degrees Celsius and 1 atm pressure, the volume is 22.414 liter. ഇതിന് നമ്മൾ പറയുന്നത് STP എന്നല്ല, NTP എന്നാണ് പറയുന്നത്. നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പക്ഷെ കാൽക്കുലേഷൻസ് ഈസി ആക്കാൻ വേണ്ടി നമ്മൾ STP ആണെങ്കിലും NTP ആണെങ്കിലും വാല്യൂ 22.414 തന്നെ വോളിയത്തിന് എടുക്കും. ബാർ ആണെങ്കിലും ATM ആണെങ്കിലും 1 എന്ന് തന്നെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം STP എന്ന് പറഞ്ഞാൽ 273 Kelvin temperature, 1 bar pressure, volume 22.7. NTP എന്ന് പറഞ്ഞാൽ 0 degree Celsius, 1 atm pressure, the volume is 22.414 liter. Yes. അപ്പൊ ഈ 4 ലോയും മനസ്സിലായോ എന്താന്നുള്ളത്? 4 ലോയും ക്ലിയർ ആയോ? യെസ്. ഹാഷിമി, ആ ലോസിന്റെ എല്ലാം പേരെന്ന് പറഞ്ഞേ. ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേസ് ലോ, ഗേ ലൂക്കാസ് ലോ, പിന്നെ അവഗാഡോസ് ലോ. ഗേ ലൂക്കാസ് അല്ല, ഗേ ലുസാക്സ്. എല്ലാരും തെറ്റിച്ചോളൂ. ഗേ ലൂക്ക എന്ന് പറയും. ഗേ ലൂക്കാസ് അല്ല, ഗേ ലുസാക്സ് ലോ. യെസ്. മുഹമ്മദ് അഷ്കർ പറഞ്ഞേ ബോയിൽസ് ലോയുടെ ഇക്വേഷൻ. V is equal to 1 by P. V is directly proportional to 1 by P. Volume directly proportional to 1 by P at a constant temperature and number of moles. എപ്പോഴും ലോ പറയുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് പറയണം. യെസ്. അഫീസ പറഞ്ഞേ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിന് പറയുന്ന പേരെന്താ? ഐസോതേം. യെസ്, ഐസോതേം. മിഷാൽ പറഞ്ഞേ ചാൾസ് ലോ. V1 by T1 is equal to V2 by T2. Yes, V proportional to T. Fensa at a constant. Charles lo nammal parayunnathu at a constant. Pressure and number of moles. Yes, pressure and number of moles. Yes, Fatima paranje constant pressure il nammal plot cheyyuna graph edha? Isobar. Yes, isobar. Yes, Aslam paranje enda Gay-Lussac's law? P is directly proportional to. Yes, P proportional to T. Amjade, Gay-Lussac's law ile constant edha? Amjad, Gay-Lussac's law ile constant edha? ice. വോളിയം. വോളിയം. ലുക്മാൻ, വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാഫിന് പറയുന്ന പേരെന്താ? ഐസോകോർ. യെസ്, ഐസോകോർ. യെസ്. Then അവിടെ P1 by T1 is equal to P2 by T2. പ്രഷർ ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. യെസ്. റിസ്വാന പറഞ്ഞേ അവഗാഡ്രോസ് ലോ എന്താ? V directly proportional to number of. Yes, V proportional to N. ആസിം, അവഗാഡ്രോസ് കോൺസ്റ്റന്റിന്റെ നമ്പർ എത്രയാ? 6.022 into 10 raised to 23. 6.022 into 10 to the power of 23. മുവാദ് പറഞ്ഞേ എന്താ STP കണ്ടീഷൻസ് എന്ന് പറഞ്ഞാല്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. കണ്ടീഷൻസ് എന്തൊക്കെയാ? ടെമ്പറേച്ചർ എത്രയാ? ടെമ്പറേച്ചർ 273.15 കെൽവിൻ, പ്രഷർ 1 ബാർ, വോളിയം 22.71 ലിറ്റർ. യെസ്. NTP കണ്ടീഷൻ എന്താ റോസ്മരിയ? 273.15 Kelvin temperature. 73.15 അല്ല, 0 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ ടിക്കറ്റ് വെച്ചിട്ടില്ല, അത് രണ്ടും ഈക്വൽ ആണ്. എന്നാലും നമ്മൾ NTP കണ്ടീഷൻ പറയുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. പ്രഷറോ 1 atm pressure. 1 atm പ്രഷർ. വോളിയം എത്രയായിരിക്കും? 22.414. Yes, 22.414. 22.414. Yes. അപ്പൊ വേഗം എക്സസൈസ് ക്വസ്റ്റ്യൻ 5.2 ചെയ്യാം. 5.2 ചെയ്തില്ലല്ലോ. എക്സസൈസ് ക്വസ്റ്റ്യൻ 5.2 ചെയ്യാം.
A vessel of 120 ml capacity, volume തന്നിട്ടുണ്ട്, contains a certain amount of gas at 35 degrees Celsius and 1.2 bar pressure. വോളിയം 120 ആണ് ഇനീഷ്യലി ഉള്ളത്, ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ്, ആ സമയത്ത് പ്രഷർ 1.2 ബാർ. പിന്നെ ഗ്യാസിനെ വേറൊരു വെസലിലോട്ട് ഇട്ടു, അപ്പൊ വോളിയം 180 ml ആയി, ടെമ്പറേച്ചർ 35 തന്നെ, കോൺസ്റ്റന്റ് ആണ്. പ്രഷർ കണ്ടുപിടിക്കുക. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, വോളിയത്തിന് വ്യത്യാസമുണ്ട്, പ്രഷറിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഏത് ലോയാണ് അപ്ലൈ ചെയ്യേണ്ടത്? വിച്ച് ലോ? ആസിം, ഏത് ലോയാണ് ഇവിടെ അപ്ലൈ ചെയ്യണ്ടേ? ഇവിടെ ഈ STP അല്ലേ? അതന്നെ, അത് ലോയാണ് STP എന്ന് പറയുന്നത്. അല്ല അല്ല അല്ല, ഏത് ലോയ അപ്ലൈ ചെയ്യണ്ടേ? ഗേ-ലുസാക്സ് ലോ. എന്താ ഗേ-ലുസാക്സ് ലോ? P directly proportional to T. ആരാ കോൺസ്റ്റന്റ്? V. ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണോ? ഈ ക്വസ്റ്റ്യന്റെ അകത്ത് ആരാ കോൺസ്റ്റന്റ്? വോളിയാണോ കോൺസ്റ്റന്റ്? അല്ല. വോളിയം 120 180 അപ്പൊ വോളിയത്തിന് വ്യത്യാസമുണ്ട്. അപ്പൊ ആരാ അവിടുത്തെ കോൺസ്റ്റന്റ്? എന്നതാ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? ആരാ കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലോയ്ക്ക് പറയുന്ന പേരെന്താ? അവഗാഡ്രോസ് ലോ. അതിന് മുമ്പുള്ള ലോയിൽ ഞാൻ ഇല്ലായിരുന്നു. അപ്പൊ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അത് നോട്ട് ചെയ്ത് വെക്കാൻ പാടില്ലേ? ആസിം ഇല്ലായിരുന്നു പറഞ്ഞ ആസിമിൽ പഠിച്ച ലോ മാത്രമാണ് ആസിം പറയുള്ളൂ. തെറ്റായിട്ടുള്ളത് എന്തിനാ വിളിച്ചു പറയുന്നേ? അറിയത്തില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാ. ഇഷ്ടമുള്ള ലോ ഒക്കെ പറയും, ഞാൻ പഠിച്ചത് ഈ ലോ, അതൊക്കെ അതുകൊണ്ട് ഇതൊക്കെ അപ്ലൈ ചെയ്യാനാണോ? അങ്ങനെ പറ്റത്തില്ല കേട്ടോ. എന്താ ഇവിടെ പോയിരുന്നത്? ക്ലാസ് ഉണ്ടായിരുന്നു. മുവാദ് പറഞ്ഞേ, ഏത് ലോയ അപ്ലൈ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോ അല്ല വിളിച്ചു പറയേണ്ടത്. കണ്ടീഷൻ നോക്കിയിട്ട് പറ മക്കളെ. വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്, പ്രഷർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഏത് ലോയാ? പ്രോപ്പറായിട്ട് പഠിക്കണില്ലേ? പറഞ്ഞു പോവാതെ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലോ ഏതാണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ. പ്രഷർ V. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് ആൻസർ എന്നതാ? വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്, പ്രഷർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് ലോയ ഉപയോഗിക്കണ്ടേ ഇവിടെ? ഇവിടെ ഏത് ലോയ ഉപയോഗിക്കണ്ടേ? ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണോ അല്ലയോ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അപ്പൊ ഏത് ലോ ഉപയോഗിക്കണം? ബോയിൽസ് ലോ തന്നെയല്ലേ? ബോയിൽസ് ലോ. അതെ, അത് ഇങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പാടില്ലേ? ബോയിൽസ് ലോ. ചെയ്യല്ലാരും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ ഇത്ര വലിയ മടി തന്നെ? നിങ്ങളിപ്പോ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പറയത്തില്ല എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത് വേണമെന്ന്. അല്ലാണ്ട് അത് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുവോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വാതോർന്ന് പറയാൻ പറ്റത്തില്ല. ഇത് മിണ്ടാണ്ടിരിക്കുകയാണ്. ആസിമെ, എത്ര ക്ലാസ് മിസ്സായി പോയി ആസിം? ഇന്നലത്തെ ക്ലാസ്സും മിനിഞ്ഞാന്നത്തെ കേറി. ഇതിനു മുമ്പ് ഏതോ ഒരു ദിവസം ചോദ്യം ചോദിച്ചപ്പോഴും ഇതേപോലെ എന്നോട് പറഞ്ഞു ക്ലാസ് കണ്ടിരിക്കുകയാണ്. അതിന് മുമ്പത്തെ ക്ലാസ്. അത് തന്നെ ഞാൻ പറഞ്ഞു. പെൻഡിങ് ഉള്ളത് എല്ലാവരും കണ്ട് അവസാനിപ്പിക്കുക. യെസ്. സോ ഹിയർ V1 തന്നിട്ടുണ്ട് 120 ml, V2 180 ml, P1 1.2 ബാർ പ്രഷർ, P2 എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് 35 ഡിഗ്രി സെൽഷ്യസ്. ബോയിൽസ് ലോയുടെ ഇക്വേഷൻ എന്താണ്? അംജദ്,
V1 by V2. ഈ ക്വസ്റ്റ്യൻ എന്നിട്ട് 5 മിനിറ്റ് കൂടുതലായി. ഇത്രയും നേരമായിട്ട് അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാറായില്ലേ? P1 into P1 is equal to P2 into P2. ഞാൻ P2 കണ്ടുപിടിച്ചേ. മിസ് ഇവിടെ വോളിയം ലിറ്ററിലേക്ക് ആക്കണോ? വേണ്ട മോളെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ml തന്നെയല്ലേ, അപ്പൊ ഇവിടെ കൺവേർഷന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് പ്രഷർ അപ്പൊ അല്ലേ. വോളിയം പ്രഷറും അങ്ങനെ ലിറ്ററിലും ബാറിലും വന്നൊന്നുമില്ലേ? ഇല്ല മോളെ, അതിന് സിഗ്നിഫിക്കൻസ് ഇല്ല. കാരണം പ്രഷർ നമുക്ക് ഇവിടെ വോളിയം നമ്മളിപ്പോ കൺവേർട്ട് ചെയ്താലും ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോയില്ലേ. വോളിയത്തിന്റെ യൂണിറ്റ് എന്തായാലും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമ്പർ മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ ml നെ ലിറ്ററിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് 10 to the power of -3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അത് മേളിലും താഴെ എഴുതി വെച്ചാൽ എന്തായാലും ഇക്വേഷൻ ക്യാൻസൽ ചെയ്തു. അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല. നമുക്ക് വോളിയത്തിൽ കിട്ടേണ്ട ഒരു ഉത്തരമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം, കിട്ടിയതിന് ശേഷം കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ 1.2 bar into 120 ml divided by V2 എത്രയാ? 180 ml. ml ക്യാൻസൽ ചെയ്യും. അപ്പൊ ഫൈനൽ ആൻസർ ബാറിൽ കിട്ടും. യെസ്, ഉത്തരം കിട്ടിയത് നോക്കിക്കേ. ഭാഷ്യം എത്ര കിട്ടി? 0.8 bar. യെസ്, 0.8 bar. 0.8 bar. യെസ്, ഇങ്ങനെ ഒരു ഉത്തരം കിട്ടിയവരൊക്കെ ഒന്ന് നോക്കിക്കേ. 0.8 bar. അംജദിന് കിട്ടിയില്ല. ഞാൻ പറഞ്ഞപ്പോഴാണ് ഇക്വേഷൻ തപ്പാൻ പോയത്. ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ഇക്വേഷൻ എഴുതി തീർത്തു വെക്കേണ്ട കാര്യമില്ലേ ഉള്ളൂ. അല്ല ഇല്ല, അതിനകത്ത് എവിടെയാ ക്വസ്റ്റ്യൻ തന്നെ കിട്ടിയില്ലായിരുന്നു ടെസ്റ്റില്. എന്നിട്ട് പിന്നെ എന്ത് ചോദിക്കാത്ത? ഞാൻ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു, അപ്പത്തേക്കും ടീച്ചർ ചോദിച്ചല്ലോ ക്വസ്റ്റ്യൻ. 5.2 യെസ്, ഓക്കെ. അപ്പൊ നമ്മള് ഇത്രയും ലോസ് നമ്മൾ പഠിച്ചു. ബോയിൽസ് ലോ കണ്ടു, ചാൾസ് ലോ കണ്ടു, അവഗാഡ്രോസ് ലോ കണ്ടു. മിസ്സേ, എനിക്ക് 1.8 ബാർ 4 കിട്ടണ. അതന്നെ ഇവിടെ 1.2 ബാർ, മേളില് 120 180. അപ്പൊ 1.2 into 120 divided by 180 അല്ലേ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇവിടെ എത്ര വരും? 2 വരും. ഇവിടെ എത്ര വരും? 3 വരും. 1.2 into 2 ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 2.4 വരും. ഡിവൈഡഡ് ബൈ 3.8 അല്ലേ വരും. എവിടെയാ തെറ്റിപ്പോയ? വിശാലേ നോക്കട്ടെ, നോക്കിക്കോളൂ. തന്നെയാണോ ചെയ്തത് അതോ കാൽക്കുലേറ്ററിലാണോ ചെയ്തത്? എങ്ങനെ ചെയ്തേ? കാൽക്കുലേറ്റർ. അപ്പൊ എന്നിട്ട് തെറ്റിപ്പോയോ? അപ്പൊ അത് എന്നാന്നറിയോ, കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ നിങ്ങൾ തെറ്റിച്ചു കളയും. നിങ്ങളല്ലേ ആദ്യമേ ചുമ്മാ ഇങ്ങനെ 1.2 into 120 divided by 180 ഇങ്ങനെ ചെയ്താൽ ഉത്തരം തെറ്റിപ്പോവും. അങ്ങനെ ചെയ്യരുത്. ആദ്യം ബ്രാക്കറ്റിന്റെ ഈ സിമ്പിൾ ഇടുക, ഇത് ഇൻറ്റു 120 ചെയ്യാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ, അപ്പൊ കറക്റ്റ് ആയിട്ട് 0.8 കിട്ടും. ചുമ്മാ ഒറ്റയടിക്ക് ബ്രാക്കറ്റ് ഒന്നും ഇല്ലാണ്ട് നേരെ അങ്ങോട്ട് അടിച്ചു പോയി കഴിഞ്ഞാൽ ഉത്തരം തെറ്റിപ്പോവും. മനസ്സിലായോ? അതുകൊണ്ടല്ലേ തെറ്റിപ്പോയേ? ആയിരിക്കാം അല്ലേ? ചുമ്മാ അങ്ങോട്ട് അടിച്ചു വിടുകയല്ലേ ഇത്? അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്ത ഉത്തരം തെറ്റിപ്പോവും കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താ ഉദ്ദേശിക്കുന്നത്? 1.2 into 120 divided by 180. നമ്മൾ ആ പറയണ പോലെ 1.2നെ 180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തൊന്നും അവർ ചെയ്യില്ല. അവരാദ്യം ചിലപ്പോൾ 120 into 180. കാൽക്കുലേറ്ററിന് എന്താണോ മനസ്സിലാവുന്നത് കാൽക്കുലേറ്റർ അതുപോലെ ചെയ്യുള്ളൂ. ഇപ്പൊ ബ്രാക്കറ്റ് ചെയ്തപ്പോ ആൻസർ തെറ്റാലോ? അത് നീ അടിച്ചു കൊടുത്തേണ്ടത് തെളിയും. ചിലപ്പോ ബ്രാക്കറ്റ് ഇടാൻ ചെയ്തപ്പോ ആൻസർ ശരിയായിരുന്നു. ബ്രാക്കറ്റ് ഇട്ടപ്പോ തെറ്റിപ്പോയോ? അതെന്നാ സംഭവിച്ചേ? നീ ആദ്യം ചെയ്തപ്പോ 1.2 into 120 ആൻസർ കണ്ടുപിടിച്ചു, ഈക്വൽ ടു ഇട്ട് കണ്ടുപിടിച്ചു, എന്നിട്ടല്ലേ 180 വെച്ച് ഡിവൈഡ് ചെയ്തേ? അല്ലല്ലോ, ഒരുമിച്ച് നോർമലി ഇങ്ങനെയാണ് ചെയ്യുന്നത്.
അല്ല സാർ പോയിന്റ് 8 മിസ്റ്റർ ആൻസർ കിട്ടി. ബ്രാക്കറ്റ് ഇല്ലെങ്കിലും കിട്ടണ്ടല്ലോ പോയിന്റ് 8. കിട്ടിയോ? എന്നാ കുഴപ്പമില്ല. എനിക്ക് ബ്രാക്കറ്റ് ഇട്ടിട്ടാ കിട്ടിയ. അതാ പറഞ്ഞത്, ചില കാൽക്കുലേറ്ററിന്റെ ആയിരിക്കും. ശരിക്കും മെത്തേഡ് ഇതാണ്, കറക്റ്റ് മെത്തേഡ് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാ കേസിലും നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഇടാണ്ട് ചെയ്തവർക്ക് കിട്ടത്തില്ല. ഇപ്പൊ കുറെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ വരുവാണ് എന്നുണ്ടെങ്കിൽ ഇത് കിട്ടത്തില്ല, ചിലപ്പോ തെറ്റിപ്പോവും. വേറെ വലിയ നമ്പറുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ ചുമ്മാ ഒരു കണക്കൊക്കെ എഴുതി വെച്ചിട്ട് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്ക്, ചിലപ്പോ ഉത്തരം തെറ്റിപ്പോവും. ഓക്കെ, അന്ന് ഇതൊന്ന് ചെയ്ത് നോക്കിയേ. എന്തായാലും ഒന്ന് തീർത്തു വിടണല്ലോ. 180 divided by 2 into 3. ഇതൊന്ന് നിങ്ങൾ ചെയ്തേ. നമുക്ക് നോക്കാം. കാൽക്കുലേറ്റർ ഇല്ലാണ്ടൊന്ന് ചെയ്ത് നോക്കിക്കേ. ഇങ്ങനെ ചെയ്യണം കേട്ടോ. 180 divided by 2 into 3. അത് തന്നെയല്ലേ ഇത്, 180 divided by 2 into 3. എന്നിട്ട് 180 divided by 2 into 3. ഇങ്ങനെ രണ്ടൊന്ന് ചെയ്ത് നോക്കിക്കേ. ചിലപ്പോ ശരിയാവും, പലർക്കും പലതായിരിക്കും കിട്ടുകയുള്ളൂ. ചിലപ്പോ ഡിപ്പെൻസ് ഓൺ ദി കാൽക്കുലേറ്റർ. അങ്ങനെ ഇരിക്കും. എന്നാ കിട്ടിയ ഉത്തരം? ആദ്യം ചെയ്തപ്പോ എന്നാ കിട്ടിയേ? 270. 180 divided by 270 കിട്ടി. രണ്ടാമത് ചെയ്തപ്പോ 270 കിട്ടും ഇല്ലേ? പക്ഷെ എല്ലാത്തിലും ഇത് ശരിയാവില്ല, ചിലപ്പോ അത് തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഇങ്ങനെ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ, ആ ബ്രാക്കറ്റ് ഇട്ടിട്ടുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്താലോട്ട കാര്യമുള്ളൂ. കുറെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് കൺഫ്യൂഷനും. ഇതൊന്ന് ചെയ്തേ. നിങ്ങളിടയ്ക്ക് ഈക്വൽ ടു സൈൻ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ലല്ലോ അല്ലെ? ഒറ്റയടിക്ക് അടിച്ചു പോവല്ലേ ചെയ്യുന്നേ? ആണോ? ഇടയ്ക്ക് ഈക്വൽ ടു സൈൻ ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്താൽ കറക്റ്റ് ഉത്തരം കിട്ടും. ഇതിപ്പോ നിങ്ങൾ വിചാരിക്കും ടീച്ചർ ഞങ്ങളെ കൊണ്ട് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ അതിനു വേണ്ടിയിട്ടല്ല, പക്ഷെ കറക്റ്റ് മെത്തേഡ് ബ്രാക്കറ്റ് ഇട്ടിട്ട് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ചിലപ്പോ ഈ ഒരു തവണ ശരിയായി എന്ന് പറയും, ചിലപ്പം വലിയ വലിയ നമ്പറുകൾ വരുമ്പോൾ ചിലപ്പോൾ ശരിയാകണമെന്ന് നിർബന്ധമില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇത് ചെയ്യുമ്പോഴും കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടോ? രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴാണോ കിട്ടുന്നേ? ഇല്ല, കിട്ടല്ല. ആദ്യത്തേന് എത്ര കിട്ടിയേ? ചുമ്മാ 1.6. ഇത് ചെയ്തപ്പോ 1.6 കിട്ടി. ഇങ്ങനെ ചെയ്യുമ്പോഴോ? 0.4. 0.4. ഇതിൽ ഏതാ കറക്റ്റ് ഉത്തരം? 0.4 ആയിരിക്കില്ലേ? ആയിരിക്കാം, നോക്കാം നമുക്ക്. 1.2 into 120 ചെയ്തേ. എത്രയാ? 1.2 into 120 എത്ര കിട്ടിയേ? 144. ഓക്കെ, ഡിവൈഡഡ് ബൈ 180 into 2 എത്ര കിട്ടും? 360. അപ്പൊ 144 divided by 360.4 ആണോ? 0.4. അതെ. ഓക്കെ, അപ്പൊ മുകളിൽ ചെയ്തപ്പോ എന്തായാലും തെറ്റായിരിക്കുമല്ലോ. അതാണ് പറഞ്ഞത്. അപ്പൊ എല്ലായ്പ്പോഴും അത് ശരിയാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഇത് ആദ്യം ചെയ്തിട്ട് ഇത് ചെയ്യണം എന്നുള്ളത്, അത് എന്താണോ എന്നുള്ളത് അത് അങ്ങനെ തന്നെ കൊടുക്കണം. ആദ്യം ചെയ്യേണ്ടത് ഏതാണോ അത് ബ്രാക്കറ്റ് ഇട്ട് വെക്കുക. അപ്പൊ അവരത് ആദ്യം ചെയ്യും, അടുത്തത് ചെയ്യും, അങ്ങനെ വേണം ചെയ്തു പോകാൻ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും ലോയും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്തിട്ടെ. നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പം ടീച്ചർമാരൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവനെ പോലെ കണ്ടുപഠിക്കണം, അല്ലെങ്കിൽ ഇവളെ പോലെ നിങ്ങൾ ആകണം എന്നൊക്കെ പറയും. ചില വീട്ടില് പേരൻസ് ഒക്കെ പറയും ഇവരെ പോലെ ആകണം, അതിനെ പോലെ ആകണം എന്നൊക്കെ പറയും. എന്തിനാ അങ്ങനെ പറയണേ? എന്തിനാ ലുക്മാനെ അങ്ങനെ പറയുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലാസ്സിലെ ടീച്ചർമാര് പറയും ഈ കൊച്ചിനെ പോലെ എല്ലാവരും ആകണം, അതെന്താ ഉദ്ദേശിക്കുന്നേ? ഇപ്പൊ ഒന്നും അങ്ങനെ പറയാറില്ല, പണ്ടൊക്കെ പറയുന്നത്. എന്താ അങ്ങനെ പറയണേ? അവരെ പോലെ പഠിക്കണം അവനെ പോലെ പഠിക്കണം എന്ന് പറയും. പിന്നെ ലുക്മാൻ പോയോ? യെസ്, അവനെ പോലെ പഠിക്കണം എന്ന് മാത്രമാണോ പറയാറുള്ളൂ? അതെന്താ ഉദ്ദേശിക്കുന്നത്? സ്വഭാവമൊക്കെ
അവന്റെ സ്വഭാവം ഒക്കെ അതുപോലെ നിങ്ങൾ ആകണം അല്ലെ. ഇപ്പൊ ക്ലാസ്സിൽ ഭയങ്കര ഒരു കുരുത്തംകെട്ട കൊച്ചാണെങ്കിൽ പറയൂ അതിനോട്, നീ നിന്നെ കൊണ്ട് ഒന്നും പറ്റുമൊന്നുമില്ല, നീ ഇങ്ങനെയൊന്നും അല്ല ആവണ്ട, നീ അവനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിനെ പോലെയാണ് ഇതിനെ പോലെ ആകണം എന്നൊക്കെ പറയും. നമുക്കൊക്കെ ദേഷ്യം വരും അങ്ങനെ പറയുമ്പോ അല്ലെ. എന്തിനാ അങ്ങനെ പറയുന്നല്ലേ, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അത് എന്തിനാ അങ്ങനെ പറയുന്നത്, അത് എന്താ ഉദ്ദേശിക്കുന്നേ റോസ്മരിയ, എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയുന്നത് കൊണ്ട് എന്നെ പ്രയോജനം? ടീച്ചർ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയുന്നത് കൊണ്ട്? എന്തിനാ അങ്ങനെ പറയണേ? അങ്ങനെ ആവാൻ വേണ്ടിട്ട്. അങ്ങനെ ആകാൻ എന്തിനാ നമ്മൾ അങ്ങനെ ആവണേ? അവൻ എന്താ പ്രത്യേകത? അവന് നല്ലതാണ് എന്ന് ടീച്ചർ പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും? ആർട്സിലും സ്പോർട്സിലും ഒക്കെ ഭയങ്കര മികവുണ്ടായിരിക്കും. ആർട്സിലും സ്പോർട്സിലും മാത്രമുള്ളോ? ആർട്സിലും സ്പോർട്സിലും നന്നായിട്ട് കാണിക്കും, പിന്നെ പഠിത്തത്തിൽ ഭയങ്കര പഠിത്തത്തിൽ നന്നായിട്ട് കാണിക്കും, പിന്നെ അവന്റെ സ്വഭാവമൊക്കെ എങ്ങനെയായിരിക്കും? ഭയങ്കര നല്ലതായിരിക്കും. നല്ലതായിരിക്കും, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും അല്ലെ. സ്കൂളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അനുസരിക്കും, വീട്ടുകാർ പറഞ്ഞതനുസരിക്കും, നാട്ടുകാർ പറഞ്ഞതനുസരിക്കും, നന്നായിട്ട് പഠിക്കും, എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളെയാണ് നമ്മളോട് പിന്തുടരാൻ വേണ്ടിയിട്ട് പറയുന്നത്, ആണല്ലോ അല്ലെ. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളൊരു പേര് പറയാറുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടീനെ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്ന ഒരു പേഴ്സണെ നമ്മളൊരു പേര് പറയും. എന്തെന്നാ പറയുന്നേ? ഫാത്തിമയ്ക്ക് മനസ്സിലായി എന്നാ പറയുന്നേ? റോൾ മോഡലാണ്. യെസ്, റോൾ മോഡൽ പറയാറുണ്ട്. അതെ, റോൾ മോഡലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ കെമിസ്ട്രിയിൽ ഇതിനെ നമ്മൾ റോൾ മോഡൽ എന്ന് പറയുന്ന ഒരു വാക്കല്ല ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന് വേറൊരു വാക്ക് നമ്മൾ പറയും, ഐഡിയൽ എന്ന് നമ്മൾ പറയും. ഐഡിയൽ ആണ് എന്ന് പറയും, ഐഡിയൽ. ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുള്ളവരെന്ന് കൈവക്കിക്ക്, ഐഡിയൽ. ഐഡിയൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാർ, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നവരെ നമ്മൾ ഐഡിയൽ പേഴ്സൺ എന്ന് വിളിക്കും. ഒരു മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയെല്ലാം നമ്മൾ ഐഡിയൽ പേഴ്സൺ എന്ന് വിളിക്കും. ഇവിടെ നമുക്കൊരു ഐഡിയൽ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ഗ്യാസുകളെ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഐഡിയൽ ഗ്യാസ് എന്ന് പറയും, ഐഡിയൽ ഗ്യാസ്. നമ്മളിപ്പോ കുറെ ഗ്യാസിന്റെ ലോസ് നമ്മൾ പഠിച്ചു, കുറച്ച് ഗ്യാസ് ലോസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? ബോയിൽസ് ലോ പഠിച്ചു, ചാൾസ് ലോ പഠിച്ചു, അവഗാഡ്രോസ് ലോ പഠിച്ചു, ഗേ-ലുസാക്സ് ലോ പഠിച്ചു. അപ്പൊ ഒരു ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ജമീലത്തൊന്ന് പറഞ്ഞേ. സ്കൂളിലൊക്കെ ആണെങ്കിൽ നല്ല ആൾക്കാർ എന്ന് പറഞ്ഞാൽ സ്കൂളിലെ നിയമങ്ങളൊക്കെ പാലിക്കുന്നവര്. അപ്പൊ എന്തായിരിക്കും ഒരു ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ജമീലത്തെ? ഫോളോ ചെയ്യണേ. യെസ്, എല്ലാ കണ്ടീഷൻസിലും. ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്നവർ ഏത് പ്രതിസന്ധി വന്നാലും സ്കൂളിലെ എല്ലാ നിയമങ്ങളും പാലിക്കും. എത്ര പ്രഷർ വന്നാലും സ്കൂളിലെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു നല്ലൊരു കുട്ടിയാണെന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ഏത് പ്രതിസന്ധി വന്നാലും ഏത് കണ്ടീഷൻസ് ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ലോസും ഒബേ ചെയ്യുന്നവരെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. അതിൽ നമ്മൾ 3 ലോ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. ഗേ-ലുസാക്സ് ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഈ ഗേ-ലുസാക്സ് ലോയും അവഗാഡ്രോസ് ലോയും റിലേറ്റഡ് ആണ് കേട്ടോ. അത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള സംഗതിയാണ്. പക്ഷെ നമ്മളോട് രണ്ടായിട്ട് പഠിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കൊരു ലോ എടുത്താൽ മതി, അവഗാഡ്രോസ് ലോ. അപ്പൊ ഒരു ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എ ഗ്യാസ് that follows Boyle's law, Charles' law and Avogadro's law strictly is called an ideal gas. Boyle's lawയും ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും എല്ലാം ഒബേ ചെയ്യുന്നവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐഡിയൽ ഗ്യാസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഏത് കണ്ടീഷൻ ആണെങ്കിലും ഒബേ ചെയ്യുന്നവരെ നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കും. അങ്ങനെ അല്ലാത്തവരെ നമ്മൾ വിളിക്കുന്നതാണ് റിയൽ ഗ്യാസ്, നോർമൽ ഗ്യാസ്. നോർമൽ ഗ്യാസ്. ഓക്കെ, സാധാ നമ്മൾ കാണുന്ന എല്ലാ ഗ്യാസുകളും റിയൽ ഗ്യാസ് ആണ്. പക്ഷെ അതിൽ ഒബേ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ക്ലോഷർ പറയാം. ഓൾ
റിയൽ ഗ്യാസസ് ആർ നോട്ട് ഐഡിയൽ. എല്ലാ റിയൽ ഗ്യാസും ഐഡിയൽ അല്ല, പക്ഷേ എല്ലാ ഐഡിയൽ ഗ്യാസും എന്താണ്? റിയൽ ആണ്. ഓൾ ഐഡിയൽ ഗ്യാസസ് ആർ റിയൽ. എല്ലാ റിയൽ ഗ്യാസും ഐഡിയൽ അല്ല, പക്ഷെ എല്ലാ ഐഡിയൽ ഗ്യാസും റിയൽ ആണ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ മൃഗങ്ങളും ആനയല്ല എന്ന് ഞാൻ പറയുക, ആണോ? എല്ലാ മൃഗങ്ങളും ആനയായിരിക്കോ? അല്ലല്ലോ, അത് പല വിധത്തിലില്ലേ, ഇല്ലേ? എല്ലാ മൃഗവും ആനയല്ല, പക്ഷെ ആനയെല്ലാം എന്താ? മൃഗ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? എല്ലാ ആനിമൽസും എലിഫന്റ് ആണെന്ന് നമ്മൾ പറയത്തില്ല, പക്ഷെ എല്ലാ എലിഫന്റും ആനിമൽസാ അല്ലേ? ഇപ്പൊ നമ്മൾ പറയുക ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ആണുങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ എല്ലാ ആണുങ്ങളും മനുഷ്യന്മാരല്ലേ? അതുപോലെ തന്നെയാണ് എല്ലാ ഗ്യാസുകളും ഐഡിയൽ അല്ല, പക്ഷെ എല്ലാ ഐഡിയൽ ഗ്യാസുകളും എന്താണ്? റിയൽ ഗ്യാസ്. ഓൾ റിയൽ ഗ്യാസസ് ആർ നോട്ട് ഐഡിയൽ, ബട്ട് ഓൾ ഐഡിയൽ ഗ്യാസസ് ആർ റിയൽ. അങ്ങനെയാ പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത് എന്താന്ന്? ആ കൺസെപ്റ്റ് കിട്ടിയോ? ഈ ലോകത്തുള്ള എല്ലാ ഗ്യാസുകളും റിയലാണ്, പക്ഷെ എല്ലാവരും ഐഡിയൽ ആയിട്ട് മാറില്ല, പക്ഷെ ഐഡിയൽ ആയിട്ടുള്ളവരെല്ലാം റിയൽ തന്നെയാണ്. ചില സർട്ടൻ സർക്കംസ്റ്റാൻസസിൽ അവരെന്തായിട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഐഡിയൽ ആയിട്ട് മാറുന്നു എന്ന്. എല്ലാവരും സാധാ സ്കൂൾ കുട്ടികളാണ്, പക്ഷെ എല്ലാവരും നന്നായിട്ട് പഠിക്കണമെന്നില്ല, പക്ഷെ പഠിക്കുന്നവരെല്ലാവരും സ്കൂളിൽ പഠിക്കുന്നവരായിരിക്കും. അങ്ങനെ എന്ത് കാര്യം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ റിലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് എപ്പോഴും ഓർത്തിരുന്നോണം. അപ്പൊ എന്താ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ഗ്യാസ് ബോയിൽസ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ്. എല്ലാ റിയൽ ഗ്യാസസും ഐഡിയൽ അല്ല, എല്ലാ ഐഡിയൽ ഗ്യാസസും പക്ഷെ റിയൽ ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ 3 ലോയും നോക്കാം. അപ്പൊ നമ്മള് ഐഡിയൽ ഗ്യാസിന് ഒരു ഇക്വേഷൻ ഉണ്ട്, എല്ലാ ഗ്യാസ് ലോയും ഒബേ ചെയ്യുന്ന ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് ഞാൻ എഴുതുവാണ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ അനുസരിച്ച് വോളിയം പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, സോറി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. ചാൾസ് ലോ അനുസരിച്ച് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. അവഗാഡ്രോസ് ലോ അനുസരിച്ച് വോളിയം പ്രൊപ്പോർഷണൽ ടു എൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എല്ലാത്തിലെയും കോമൺ ആയിട്ടുള്ളത് വി ആയതുകൊണ്ട് വി ആദ്യം എഴുതിയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഈ 3 ഇക്വേഷൻസും കൂടെ കമ്പൈൻ ചെയ്യാം. എല്ലാം ഒബേ ചെയ്യുന്നവരല്ലേ ഐഡിയൽ ഗ്യാസ്. അപ്പൊ ഈ 3 ഇക്വേഷൻസും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് മനസ്സിലാകും വോളിയം കോമൺ ആണ്. അത് ആർക്കൊക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ? 1/p ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ടിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, എന്നിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓർ വി പ്രൊപ്പോർഷണൽ ടു Tn ഡിവൈഡഡ് ബൈ പി എന്ന് എഴുതാം. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റന്റ് ആണ് ആർ. Tn ഡിവൈഡഡ് ബൈ പി. പറയാൻ എളുപ്പത്തിന് V is equal to nRT ഡിവൈഡഡ് ബൈ പി എന്ന് പറയാം, അല്ലെങ്കിൽ PV is equal to nRT. This is the equation for ideal gas. PV is equal to nRT. R എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. This R is called universal gas constant and the equation is called ideal gas equation. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇനി ആറിന് വാല്യൂസ് ഉണ്ട്, അത് പഠിക്കണം കേട്ടോ. ആറിന്റെ വാല്യൂസ്
പല യൂണിറ്റിലും പല പല വാല്യൂസ് ആണ്. നമുക്ക് 2 വാല്യൂസ് പഠിച്ചാൽ മതി. R is equal to ജൂളിലുള്ളതും ലിറ്ററേറ്റീവിലുള്ളതും പഠിച്ചാൽ മതി. R is equal to 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്, അല്ലെങ്കിൽ ആറിന്റെ വാല്യൂ 0.08205 ലിറ്റർ ATM കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ആറിന്റെ 2 വാല്യൂസ് പഠിച്ചു വെക്കുക. ജൂളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ 8.314 കൊടുക്കും. പോളിയൊക്കെ ലിറ്ററിലും ATM-ലൊക്കെ ആണെങ്കിൽ ആറിന്റെ വാല്യൂ 0.0821. നമ്മൾ ഇവിടെ കൂടുതലും ലിറ്റർ ATM യൂസ് ചെയ്യുന്ന, ജൂൾ അല്ല ഉപയോഗിക്കുന്നത്. ജൂൾ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വരും, അത് പിന്നെ പറഞ്ഞുതരാം. യെസ്, ഒരു പോയിന്റ് ഒന്ന് ബ്രാക്കറ്റിൽ നോട്ട് ചെയ്ത് വെച്ചു. ഒരു പാസ്കലിനെ മീറ്റർ ക്യൂബ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ വിച്ച് ഈസ് ഈക്വൽ ടു ജൂൾ. അതായത് പ്രഷർ പാസ്കലിലായിരുന്നു, വോളിയം മീറ്റർ ക്യൂബിലായിരുന്നു. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ജൂള് കിട്ടുന്നത്. യെസ്, ഇനി ഇത് എങ്ങനെയാ വന്നേന്നും കൂടി ഒന്ന് നോക്കാം. യെസ്, ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചേ. PV ഇസ് ഈക്വൽ ടു NRT യിൽ നിന്നും ആറിന്റെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തേ മക്കളെ. R ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? PV ഇസ് ഈക്വൽ ടു NRT. അപ്പൊ R ഇസ് ഈക്വൽ ടു എന്ത് വരും? എന്ത് വരും? R ഇസ് ഈക്വൽ ടു PV ഡിവൈഡഡ് ബൈ NT. ഇനി ഞാൻ നിങ്ങൾക്ക് വാല്യൂസ് പറയാം. P എന്ന് പറയുന്നത് പ്രഷർ, അത് 10⁵ പാസ്കൽ. ഓക്കെ. ദെൻ വോളിയം B എന്ന് പറയുന്നത് 22.71 into 10⁻³ മീറ്റർ ക്യൂബ്. നമ്പർ ഓഫ് മോൾസ് 1. ടെമ്പറേച്ചർ T is equal to 273.15 Kelvin. അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ പറഞ്ഞേ. ഈ വാല്യൂസ് ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R is equal to 10⁵ പാസ്കൽ into 22.71 into 10⁻³ മീറ്റർ ക്യൂബ് divided by 1 into 273.15 Kelvin. ഇത് സോൾവ് ചെയ്തിട്ട് ആൻസർ എന്ന് പറഞ്ഞേ. ആ ഡിജിറ്റുകൾ മാത്രം വെച്ചിട്ട് ആൻസർ എത്രയാണെന്ന് പറഞ്ഞു മക്കളെ. (10⁵) into 22.71 into 10⁻³ ആദ്യം ചെയ്യാം. ഈ 10ന്റെ പവർ ഇട്ട് എങ്ങനെ കാൽക്കുലേറ്റർ ചെയ്യണമെന്ന് അറിയാവോ? സയന്റിഫിക് കാൽക്കുലേറ്ററിലെ 10ന് പവർ ഇടുന്ന എങ്ങനെയാണെന്ന് അറിയോ? അത് ഇങ്ങനെ ഒരു സിമ്പിൾ അതിന്റെ അകത്തുണ്ടോ? കണ്ടോ? കണ്ടോ? അപ്പൊ നിങ്ങൾ ഈ 10⁻³ അടിക്കേണ്ടത് 10 എന്ന് അടിക്കുക. എന്നിട്ട് ഈ സിമ്പിൾ ഇട്ടിട്ട് ബ്രാക്കറ്റിൽ -3 എന്ന് കൊടുക്കുക. ചുമ്മാ നമ്പർ ആയിരുന്നുവെങ്കിൽ, ഇപ്പൊ 10⁻³ ആണെങ്കിൽ 10 ഇട്ടിട്ട് ചുമ്മാ ഇങ്ങനെ ഇട്ടിട്ട് 3 എന്ന് അടിച്ചാൽ മതി. മൈനസ് വരുമ്പോ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം അടിക്കാൻ. മനസ്സിലായോ? പിടി കിട്ടിയോ? അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെടണ്ട, ഡിവൈഡഡ് ബൈ 1000 ചെയ്താലും മതി. 10⁻³ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 1000 അല്ലേ? യെസ്, ഇത് സോൾവ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. നമ്പറുകൾ മാത്രം സോൾവ് ചെയ്തിട്ടുള്ള ഫൈനൽ ആൻസർ ആട്ടോ വേണ്ടത്. 10⁵ into 22.71 ഞാൻ പറഞ്ഞത് തന്നെ പോലെ കൂടെ ചെയ്തു, അപ്പൊ കിട്ടും. 10⁵ into 22.711 ചെയ്തേ. അല്ലെങ്കിൽ വേണ്ട, ഒരു മിനിറ്റ്, അത്രയും കഷ്ടപ്പെടണ്ട. ഈ 10⁻³ 10⁻5 കൂടെ ആദ്യം സോൾവ് ചെയ്തേ. 10⁻5 into 10⁻³ എന്ന് പറഞ്ഞാൽ 10⁻2 ആ അല്ലേ? അപ്പൊ 100 വരില്ലേ? 100. അപ്പൊ 100 into 22.711 അടിച്ചേ. 100 into 22.711 ചെയ്തോ? കിട്ടിയോ? ഈക്വൽ ടു ആൻസർ എത്ര കിട്ടി? മൂവാതെ 100 into 22.711 എത്ര കിട്ടി ആൻസർ? 2271.1. യെസ്, അത് ഡിവൈഡഡ് ബൈ 273.15 ചെയ്യാം. എത്ര കിട്ടി ജമീലത്തെ? ചെയ്തില്ല, ചെയ്തോണ്ടിരിക്കുക. ചെയ്തവരൊന്ന് കൈ നോക്കിക്കേ. എത്ര കിട്ടി റോസ്മരിയ?
8.314. യെസ് 8.314 കണ്ടോ ഉത്തരം കിട്ടിയ കണ്ടോ 8.314 മേളിൽ കണ്ടോ 8.314. ഇനി ആ ജൂള് വന്ന എങ്ങനെയാന്ന് പറയാം. യൂണിറ്റുകള് പാസ്കല് മേളിലുണ്ട്, മീറ്റർ ക്യൂബ് മേളിലുണ്ട്, ഡിവൈഡഡ് ബൈ ഇത് മോളല്ലേ, ഒരു മോളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ താഴെ കെൽവിനും ഉണ്ട് മോളും ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു തന്നില്ലേ നിങ്ങളോട് പാസ്കൽ ഇൻറ്റു മീറ്റർ ക്യൂബിന് പകരം എന്ത് കൊടുക്കാന്നാ പറഞ്ഞേ? ജൂള. ഒരു പാസ്കൽ ഇൻറ്റു ഒരു മീറ്റർ ക്യൂബ് ജൂള. അപ്പൊ മുകളിൽ നമുക്ക് എന്ത് കൊടുക്കാം? ജൂള് കൊടുക്കാം. ഈ കെൽവിൻ മുകളിലോട്ട് പോയാൽ കെൽവിൻ ഇൻവേഴ്സ് വരും, മോളും മേളിലോട്ട് പോയാൽ മോൾ ഇൻവേഴ്സ് വരും. വാല്യൂ എത്രയാ? 8.314. 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. എങ്ങനെയാ വന്നത്? ഇവിടെ കിട്ടിയോ? ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണം കൂടി ഇല്ലേ, അതും കൂടെ എങ്ങനെയാ വന്നതെന്ന് പറയാം. ഒന്ന് ശ്രദ്ധിച്ചേ. ഇക്വേഷൻ അഗെയിൻ എടുത്ത് എഴുതുക. R is equal to PV divided by NT. അവിടെ കൊടുക്കേണ്ട വാല്യൂസ്, പ്രഷർ P എന്ന് പറയുന്നത് 1 atm. ഓക്കെ, വോളിയം B എന്ന് പറയുന്നത് 22.414 ലിറ്റർ. കണ്ടോ 1 atm-ലുള്ള വോളിയം 22.414 NTP കണ്ടീഷൻ. 1 ബാറിലുള്ളതായിരുന്നു 22.7. Then number of moles 1. Temperature എത്രയാ? 273.15 Kelvin. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 1 atm into 22.414 ലിറ്റർ ഡിവൈഡഡ് ബൈ 1 മോൾ into 273.15 Kelvin. വേഗം സോൾവ് ചെയ്ത മക്കളെ. ഇത് വളരെ എളുപ്പമല്ലേ? 22.414 ഡിവൈഡഡ് ബൈ 273.15 ചെയ്താൽ മതി. 1 അല്ലേ? ഒന്ന് ചെയ്തേ. 22.414 ഡിവൈഡഡ് ബൈ 273.15 എത്ര കിട്ടിയെന്ന് പറയണേ. ചെയ്ത് വരിക. ആരാ ചെയ്തേ? യെസ്, ഫാത്തിമ പറഞ്ഞേ. 0.08205. യെസ്, 0.08205. യൂണിറ്റുകൾ നോക്ക്. ATM ഉണ്ട്, ലിറ്റർ ഉണ്ട്, അടുത്ത മോള് മേളിലോട്ട് പോയാൽ മോൾ ഇൻവേഴ്സ്, കെൽവിൻ മോളിലോട്ട് പോയാൽ കെൽവിൻ ഇൻവേഴ്സ്. ഉണ്ടോ? മനസ്സിലായോ? കിട്ടിയോ? അപ്പൊ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും ആറിന്റെ വാല്യൂസും മനസ്സിലായോ? ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. അപ്പൊ ഇതുവരെയുള്ളത് പഠിച്ചിട്ട് വരിക കേട്ടോ. പേജ് നമ്പർ 145 ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വരെ എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. Thank you, Miss. Thank you, Miss. Thank you, miss. Have a nice day. Thank you. Thank you, teacher. Yes. Thank you, teacher.